തൻ്റെ സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് അതിൻ്റെ മാംസം പടപട വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വാർന്ന് തിന്നുന്ന ഒരമ്മ. ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്ന പോരെവിടം വരെയെത്ത് ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക കോൺഫ്ലിക്റ്റ് ഇതെവിടെ ചെല്ലും? ബ്രിട്ടനിലെ മാർക്കറ്റിനകത്ത് യഹൂദൻ്റെ കാല് വെട്ടി തൂക്കുമായിരുന്നു. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഉയർക്കാറായി. 3 ഭാഗങ്ങളായി ഇന്ന് രാത്രി ചിന്തിക്കുന്നത്: ദ കാസ്റ്റിംഗ് ഓഫ് ഇസ്രയേൽ, ദ ആദറൈസേഷൻ ഓഫ് ഇസ്രയേൽ, ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. സഭയുടെ ഉൽപ്രാപണം വളരെ കാലിക പ്രസക്തിയുള്ള പ്രവചന ഭാഗമാണ്. കാസ്റ്റിംഗ് ഓഫ് ഇസ്രയേൽ, ആദറൈസേഷൻ ഓഫ് ഇസ്രയേൽ, ദാറ്റ് മീൻസ് റാപ്ചർ. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ മനുഷ്യൻ രൂപാന്തരപ്പെടും. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ശ്രുതിക്കുമ്പോൾ വീരൻ ഇസ്രായേലിൻ്റെ ശ്രുതികളിന്മേൽ വസിക്കുന്ന പ്രിയൻ്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുമോ? ചതഞ്ഞ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഈ രാത്രി ചലിക്കുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, 2024 കണ്ടവർ 25 കണ്ടില്ല, 25 ജനുവരി കണ്ടവർ 26 ജനുവരി കണ്ടില്ല, 26 ജനുവരി കണ്ടവർ ഈ 5-ാം മാസം കാണാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രിയും കാലുകൾ ചവിട്ടിക്കൊണ്ട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ എന്നെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എത്ര പേർക്ക് ഈ രാത്രി കൊല്ലം ജില്ലയിൽ തേവലക്കര എന്ന് പറയുന്ന നല്ലൊരു ഗ്രാമമുണ്ട്, അത് ഓച്ചിറയോട് ചേർന്ന്. അവിടെ ഒരു മർത്തോമ സഭയിലെ ചെറുപ്പക്കാരൻ, നല്ല ഇവിടുത്തെ നിലമ്പൂർക്കാർക്കും അറിയാൻ പറ്റും, നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ചെറുപ്പക്കാരൻ, മെഡിക്കൽ സ്റ്റോർ, അതിന് പ്രവർത്തനങ്ങൾ. 3 മക്കൾ, ഭാര്യയുടെ സഹോദരനെ കാനഡയിലേക്ക് കയറ്റിവിടണം. 8 മണിക്ക് അവർ അവിടുന്ന് യാത്രയായി. 12 മണിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നു. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. 2 മണിക്ക് എമിറേറ്റ്സ് വിമാനത്തിൽ ആ ചെറുപ്പക്കാരൻ യാത്രയായി. ഇവർ നല്ല പുതിയ ടാർ വാഹനത്തിൽ യാത്ര ചെയ്തു. നെടുമ്പാശ്ശേരി കഴിഞ്ഞു, വൈറ്റില കഴിഞ്ഞു, ആലപ്പുഴ, അരൂർ കഴിഞ്ഞു, ചേർത്തല കഴിഞ്ഞ് ആലപ്പുഴ കഴിഞ്ഞു. അത് അടുത്തത് അമ്പലപ്പുഴ, കരിപ്പാട്, കായംകുളം, ഓച്ചിറ കഴിഞ്ഞാൽ 20 മിനിറ്റ് ഫാർ ഡിസ്റ്റൻസ്. വീടുമായിട്ട് 20 മിനിറ്റ് വ്യത്യാസത്തിൽ എത്തുന്ന സമയത്ത് നല്ല ടാർ വാഹനം, പുറത്തും തണുപ്പ് അകത്തും തണുപ്പ്. ചെറുപ്പക്കാരൻ്റെ കണ്ണൊന്ന് മങ്ങിപ്പോയി. തിരുവനന്തപുരത്ത് പാലക്കാടേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റ് NH വെച്ച് ഈ വണ്ടി ടാർ വാഹനം അതിലടിച്ചു കയറിയതാ. ഒറ്റ തെറുപ്പ്, അപ്പുറത്തെ ട്രാക്കിൽ വാഹനം തെറിച്ചു വീണു. 5 പേരും ചിതറി വീണു പ്രഭാതത്തിൽ. 2-ാം ദിവസം ഒരു വീട്ടിൽ വന്നത് 3 ശവപ്പെട്ടികളാണ്, ചെറുപ്പക്കാരൻ്റെ 2 ആൺകുഞ്ഞുങ്ങളെയും. ഇന്ന് രാത്രി എത്ര പ്രാവശ്യം നിലമ്പൂരിൽ കൂടി യാത്ര ചെയ്തു, പെരിന്തൽമണ്ണയിൽ കൂടി യാത്ര ചെയ്തു, ഗൂഡല്ലൂരിൽ കൂടി യാത്ര ചെയ്തു, മഞ്ചേരിയിൽ കൂടി യാത്ര ചെയ്തു. അനവധി നല്ല വാഹനങ്ങൾ നിങ്ങൾ യാത്ര ചെയ്തു. മാതാവേ, പിതാവേ, നിങ്ങൾ ഓടിച്ച വാഹനത്തിൻ്റെ മഹത്വമല്ല, അത് പ്രൊവൈഡ് ചെയ്ത കമ്പനിയുടെ മഹത്വമല്ല, അല്ലെ നല്ല റബ്ബറൈസ്ഡ് ടാറിൻ്റെ മഹത്വമല്ല, ഒരപകടം നിങ്ങൾക്ക് വരാതിരുന്നത്, ഒരു ശവപ്പെട്ടി നിങ്ങളുടെ വീട്ടിനകത്ത് വരാതെ ഇന്ന് രാത്രി കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കണ്ണിനെ കണ്ണുനീർന്ന്, കാലിന് വീഴ്ചയെന്ന്, പ്രാണന് മരണത്തിന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി സ്തോത്രം. കണ്ണുകൾ മൂടാ. കരുണാമയന്, നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, ഈ സ്വർഗ്ഗസ്ഥ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിവേളയ്ക്കായി ഞങ്ങൾ തിരുവേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഞങ്ങളുടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി നന്ദിയപ്പ. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ കാൽവറിയിലെ അടിപ്പിണറിൻ്റെ കരം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. പിന്മഴയുടെ കാലത്തെ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. അവനൊരു മിന്നൽ പിണറിനെ അയക്ക്. നിലമ്പൂർ പട്ടണത്തിൽ ഒരു അന്ത്യകാലത്തിൻ്റെ ഉണർവിന് വേണ്ടി കൺവെൻഷൻ കൂട്ടങ്ങൾ മുഖാന്തരമാകട്ടെ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും കാക്കണം. പ്രിയ പിതാവ്, 6 മുതൽ 10 വരെ ഞങ്ങളുടെ മക്കൾ വീട്ടിലെത്തുന്നത് വരെ ഈ പട്ടണത്തിനകത്ത് കിലോമീറ്ററുകൾ സ്വർഗത്തിൻ്റെ കോട നിവർത്തുന്നതിനായി നന്ദി. ഒരു മഴയും കാറ്റും വരാതെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതിനായി നന്ദി. ഈ പട്ടണത്തെ ദൈവം കാക്കണം. വന്ന മക്കളെ അനുഗ്രഹിക്കണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ ബിരുദമോ ഞങ്ങളുടെ പേരോ ഈ കൺവെൻഷനുകളിൽ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട യേശുപ്പച്ചൻ്റെ നാമം മാത്രം ഗ്രൗണ്ടിൽ ഉയരണം. ആദ്യോടെന്താ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. തിരുവചനത്തിലേക്ക് കടക്കാം. കുഞ്ഞുങ്ങൾ വായിക്കുന്ന കൂടാതെ പല വാക്കുകളും പറയുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം ശ്രദ്ധയോടെ. 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരമായ ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ പൂർണ്ണമായി, 260 പരം അധ്യായങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുന്നു. അതിനകത്ത് പുതിയ നിയമത്തിൻ്റെ 5 ശ്രേണികളിൽ 1-ാമത്തെ ശ്രേണി സുവിശേഷം, 2-ാമത്തെ ശ്രേണി സഭയുടെ ചരിത്രം, 3-ാമത്തെ ശ്രേണി വലിയ ലേഖനം, 4-ാമത്തെ ശ്രേണി ചെറിയ ലേഖനം, 5-ാമത്തെ പുസ്തകമായ
വെളിപ്പാട് പുസ്തകം മറന്നേക്ക് പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. ഇന്ന് രാത്രി തൊട്ടുവെച്ചത് റോമാലേഖനം. ധന്യനായ പൗലോസ് ലീഗ റോമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയതാണ് റോമാലേഖനം. AD 57 കാലഘട്ടത്തിൽ റോമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി വിശ്വാസത്തിൻ്റെയും നീതീകരണത്തിൻ്റെയും വാക്കുകൾ ഉൾക്കൊള്ളുന്നത് റോമാലേഖനം. ഏകദേശം 453 വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. 16 അധ്യായങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോം പട്ടണത്തെ ബേസ് ചെയ്താൽ ഇത് ആരംഭിക്കുന്നത്. ഈ ഭാഗം വരുമ്പോൾ 3 കൂട്ടം 4 കൂട്ടം കാര്യങ്ങൾ 7, 8, 9, 10, 11 വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നു. അധ്യായം 7 വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി വരച്ചു കാട്ടുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ. 8-ാം അധ്യായം വരുമ്പോൾ യാക്കോബിൻ്റെ മക്കൾ ചിതറുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാമത്തെ അധ്യായം വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ മടങ്ങിവരവിൻ്റെ ചാലുകൾ തുടങ്ങുമെന്ന്. 10-ാമത്തെ അധ്യായം പൗലോസ് ഇങ്ങനെ പറയുന്നു, എന്താ രക്ഷ? നാം രക്ഷിക്കപ്പെടുക. ക്രിസ്തു മരിച്ചവരിൽ ആദ്യബലക്കറ്റിയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്നവരുടെ പേര് രക്ഷിക്കപ്പെട്ടവർ. രക്ഷിക്കപ്പെട്ടവരെ ചേർക്കുവാൻ മശിഹ വരുമോ? ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം സഹോദരങ്ങളെ. അതാ റോമാലേഖനം 11:15. മരിച്ചവർ എപ്പോൾ ഉയർക്കും? മശിഹായുടെ വരവ്. അവരുടെ വംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പല്ലാതെ എന്തെന്ന് പറയുക. ഇവിടെ ആ പൗലോസിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 1 വരുമ്പോൾ ദൈവസഭയാ അതിൻ്റെ വാഗ്ദത്തം യേശു കൊടുക്കുന്നു. ഈ കാര്യത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടു പോകുവാൻ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ് പെരുന്നാളിൽ അത് പ്രാപിക്കുന്നു. മുന്നോട്ടുള്ള അധ്യായങ്ങൾ സഭയുടെ വളർച്ചകളെപ്പറ്റി വരുമ്പോൾ ദൈവസഭയ്ക്ക് മൂലക്കല്ലിട്ടുകൊണ്ട് 3 പേർ വചനത്തിലേക്ക് ഇറങ്ങി വരുന്നു. അധ്യായം 8 വരുമ്പോൾ എത്യോപ്യ രാജ്യയുടെ മേൽവിചാരകനായ ഷണ്ണൻ വളരെ വിശ്വസ്തനായിരുന്നു. അവൻ ഫിലിപ്പോസിൻ്റെ വാക്ക് കേട്ട് കലക്കവെള്ളത്തിൽ മുങ്ങി ദൈവസഭയോട് ചേർന്നു. 9-ാമത്തെ അധ്യായമോ ശൗൽ എന്ന വ്യക്തിയെപ്പറ്റി വരച്ചു കാണിക്കുന്നു. ആരായിരുന്നു? ബെന്യാമിൻ ഗോത്രക്കാരൻ, കീശയിൽ കാശുള്ളവൻ. അവനായിരുന്നു ശൗൽ. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരുവൻ ദൈവസന്നിധിയിലേക്ക് വരുന്നു. ഇത്താലിയയിൽ നല്ലൊരു ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു, ഒരു പോലീസ് സൂപ്രണ്ട്. അവൻ്റെ പേര് കൊർന്നല്യോസ്. ഒരിക്കൽ കൂടി ദൈവമക്കളുടെ കർണപടത്തിൻ്റെ ചിന്തയ്ക്കായി 8-ാം അധ്യായം നോക്കുമ്പോൾ വരച്ച് കാട്ടുമ്പോൾ അതിനകത്ത് എത്യോപ്യ രാജ്യയുടെ മേൽവിചാരകനായ ഷണ്ണൻ്റെ മാനസാന്തരം. 9 വരുമ്പോൾ ശൗൽ പിടിക്കപ്പെടുന്നു. 10 വരുമ്പോൾ കൊർന്നല്യോസ് ദൈവസഭയോട് ചേരുന്നു. അങ്ങനെയെങ്കിൽ എവിടെ ശൗൽ? ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം AD 30 കാൽവറിയിൽ ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ നാഥൻ പരമയാഗമായി. 37 ആദ്യമായിട്ട് ശക്തമായ ഒരു ന്യായവിധി വരുന്നു. അതാണ് സ്തേഫാനോസ്. ആരായിരുന്നു? ശൗൽ എന്ന പ്രിയപ്പെട്ടവൻ സ്തേഫാനോസിനെ കൊല്ലുവാനുള്ള പദ്ധതി ഏറ്റെടുത്തു. ബെന്യാമിൻ ഗോത്രക്കാരൻ, അതുപോലെ കപ്പൽ മുതലാളിയുടെ മകൻ, കീശയിൽ കാശെല്ലാമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എവിടെയോ, ഒരുപക്ഷെ നമ്മുടെ കേരളയോ മാമാങ്കരോ ചക്കാലക്കുത്തോ എവിടെയോ ട്രാക്ട് കൊടുത്തു കൊണ്ട് നിൽക്കുമ്പോൾ സ്തേഫാനോസിന് നേരെ പടപടാ ശൗലും കൂട്ടരും കല്ലുകൾ വലിച്ചെറിഞ്ഞു. സ്തേഫാനോസ് താഴെ വീണു. അദ്ദേഹത്തിന് അറിയാൻ എഴുന്നേൽക്കാൻ കഴിയത്തില്ല. ആ സമയത്ത് അദ്ദേഹം സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു, കണ്ണുകൾ പായിക്കുന്നു. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? മൃതപ്രായനായി താഴെ കിടക്കുമ്പോഴും ഒരു ഭക്തൻ്റെ ആഗ്രഹം മേലോട്ട്. മനസ്സിലാകുന്നവർക്കായി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്. അവൻ്റെ കീഴ് പാതാളം വിട്ടൊടിഞ്ഞു. സ്വർഗം തുറക്കുന്നു. അവിടുത്തെ കാഴ്ചകൾ കാണുന്നു. അദൃശ്യമായി സ്തേഫാനോസിനോട് സ്വർഗം ഇടപെട്ട് കാണും, കുഞ്ഞെ, അവിടെ എത്ര ഇടി കിട്ടിയാലും എറി കിട്ടിയാലും പരാജയങ്ങൾ കിട്ടിയാലും നിന്റെ കൂടാരം അവിടെ കെട്ടുപോയാലും കൈപ്പണിയല്ലാത്തൊരു ഭവനം നിനക്ക് വേണ്ടിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം. അതുകൊണ്ടാണ് ഞങ്ങൾ ഭരണവീട്ടിൽ പറയുന്നത്, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. കരമുയർത്തുന്നവർക്കായി അവർക്ക് വേണ്ടി സ്വർഗം തുറക്കും. അവരങ്ങനെ പ്രത്യാശയുടെ പാട്ട് മരണവീട്ടിൽ പാടും. നമ്മെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. 2-ാമത്തതാണ്, അവന് വേണ്ടി ഒരു പ്രത്യേക പ്ലാൻ കിട്ടി അനന്യാസ്. എന്താ? അനന്യാസിനെ കൊല്ലുവാനുള്ള പദ്ധതിയും അവൻ്റെ കരങ്ങളിലേക്ക് ലഭിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് പട്ടാപ്പകൽ അവൻ യാത്രയാകുന്നു. നല്ല കുതിരയുണ്ട്, അംഗരക്ഷകരുണ്ട്, എല്ലാവരുമുണ്ട്. അങ്ങനെ പോകുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്നതാര്? അങ്ങ് ആരാകുന്നു? താ കിടക്കുന്നു. കുതിരയുടെ പുറത്തുള്ളവൻ താഴെ കിടക്കുന്നു. സാധാരണ ബ്രൈറ്റ് ലൈറ്റ് അല്ല, സ്വർഗത്തിൻ്റെ ടോർച്ച അടിച്ചത്. മനസ്സിലാകുന്നവർക്കായി കുഞ്ഞെ ഒരു കാര്യം ഇന്ന് രാത്രി നിലമ്പൂരിനോട് പറയാം. നിന്റെ കൂടെ ആൾക്കാർ കാണും, നാട്ടുകാർ കാണും, പണമുള്ളപ്പോൾ പലരും കാണും, സൗന്ദര്യമുള്ളപ്പോൾ അനവധി പേർ കാണും. പക്ഷേ നീ താഴെ വീണാൽ ആരും കാണത്തില്ല. മനസ്സിലാകുന്നവർക്കായി കീശ കാശുണ്ടെങ്കിലും ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ ശൗലിന് പിടികിട്ടി കാഴ്ച ചെയ്യുമ്പോൾ എല്ലാവരുടെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുപോയെന്നറിയാം.
അറിയാമോ? നേർവീതിയിൽ തർശൂഷുകാരനായ യൂദായുടെ വീട്ടിൽ കൊണ്ടുപോയി അവൻ അവിടെ വെച്ച് ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു പായ്ക്കകത്ത് നമ്മൾ ജപത്തെ കൊടുക്കുന്ന മാതിരി നല്ലതുപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗ്ഗകരമിറങ്ങി. അനന്യാസിനോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. എന്താ അനന്യാസിനോട് ഇടപെട്ട്? അനന്യാസേ, നീ പോയി ശൗലിൻ്റെ തലയിൽ കൈവച്ച് അവൻ്റെ കണ്ണിൻ്റെ ചെതുമ്പലുകളൊക്കെ മാറ്റി കാഴ്ച കൊടുക്കണം. ശബ്ദം കേട്ടപ്പോൾ അനന്യാസ് പറഞ്ഞു, കർത്താവേ, ഈ മാർഗത്തിൽ, ക്രിസ്തീയ മാർഗത്തിൽ ജീവിക്കുന്നവർക്കെതിരെ ഒത്തിരി ശിക്ഷാവിധികൾ നടത്തിയവന്, ഞങ്ങളുടെ ഭാഷ പറഞ്ഞ കുറച്ച് ദിവസം അവൻ കാഴ്ചയില്ലാതിരിക്കട്ടെ, പക്ഷെ സ്വർഗം പറഞ്ഞു പോയി പറ്റൂ. സുവിശേഷ പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗം എന്താ സംഭവിച്ചത്? അനന്യാസ് പഴയ ഒരു സൈക്കിളുമായി പോയി കാണും. ആ സമയത്ത് ശൗൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. വളരെ ദൂരെ നിന്നൊരു വിളി വിളിച്ചു. എന്താ വിളിച്ചത്? ശൗലേ സഹോദര, കരമുയർത്തുന്നവർക്കായി 3 ദിനങ്ങൾക്ക് പിൻപിൽ തന്നെ കൊല്ലുവാൻ വന്ന ശക്തനായി ഒരുവന്റെ മുൻപിൽ നിന്ന് അവളെ വിളിക്കുക. അവനെ വിളിക്കുക, ശൗലേ സഹോദര, ഈ സ്നേഹം എവിടുന്ന് കിട്ടി? ഇന്ന് രാത്രി നിലമ്പൂരിനോട് ഞങ്ങൾക്ക് പറയാം, ഇതാ കാൽവറിയിലെ സ്നേഹം, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഒരു രാത്രി കൂടി ശക്തിയോടെ ഞങ്ങൾക്ക് പ്രകമ്പനത്തോടെ പറയാം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കഷ്ടതയോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ ഉപദ്രവമോ? അവൻ പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണിൻ്റെ ചെതുമ്പലുകൾ മാറി. ആത്മാവിൽ ദൂതേറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിന്ന് നിന്നെ എതിർക്കുന്നവനോട് മത്സരിക്കാനല്ല, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വിടുതലുകൾ നടക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? 2026 ഈ കൺവെൻഷൻ നടക്കുമ്പോൾ സിസ്റ്റർ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ ചിലരുടെ തലകളിന്മേൽ കളികൾ വെക്കുമ്പോൾ അത്ഭുത രോഗശാന്തിയുടെ കരം നിനക്ക് വേണ്ടി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്, ചെറുപ്പക്കാരാ, ദൈവദാസ, നിന്റെ മേൽ ദൈവം പകർന്ന കൃപകളെ ഈ ദിവസങ്ങളിൽ ജ്വലിപ്പിച്ചുകൊണ്ട് അനവധി പേരുടെ ശരീരത്തിനകത്ത് കൈവെക്കുമ്പോൾ അന്യായ മുഴകളെ ട്യൂമറുകൾ മാറി വിടുതൽ തരുക. ഇന്ന് രാത്രി അനന്യാസിന്റെ മേൽ ഇറങ്ങി വന്ന ദൈവശക്തി അടക രഗത ബൗഡ രീക ശംദാരാധ ഇന്ന് രാത്രി അത് ഏറ്റെടുത്തുകൊണ്ട് ഗ്രൗണ്ടിനകത്ത് പോകാവൂ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ്റെ ഉപദേശിയോട് ചോദിച്ചു, എന്താ ചോദിച്ചത്? ഉപദേശി എന്ത് ചെയ്യണം? ഉപദേശി പറഞ്ഞു, നീ രക്ഷിക്കപ്പെടണം. പോരാ, നീ മാനസാന്തരപ്പെടണം, പഴയ കത്തി വാളും ഒക്കെ കളയണം. 3, ചെയ്ത പാപങ്ങളെ ഓർത്ത് ദൈവസന്ധിയിൽ അനുദപിക്കണം. അനുദപിച്ച നീ എന്ത് ചെയ്യണം? എന്താ? ദൈവസന്ധിയിൽ അഥവാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. സ്നാനമേൽക്കുന്ന നീ തിരുമേശയിൽ പങ്കാളിയാകണം. മേൽക്കുമേൽ ശക്തി പ്രാപിക്കണം. നിന്നെ ചേർക്കാൻ ആ കാന്തൻ വരുന്നത്. കരമുയർത്തുന്നവർക്ക് ഇതാ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നവൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത. അവസാനം ഒരു വാക്കൂടെ പറഞ്ഞ റോമാലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. അങ്ങനെയെങ്കിൽ പൗലോസിൻ്റെ അവസാനം എവിടെ? പലരും അതൊന്നും വേദികളിൽ പറയാറില്ല. ആ കാലത്ത് യുദ്ധക്കുറ്റവാളികളെ പിടിക്കുന്നത് പോലെ പൗലോസിന് കടത്തിയിരിക്കുന്ന ഓസ്ട്രേലിയ ഒരു കാരാഗ്രഹത്തിനകത്ത് കറുത്ത പാളികൾക്കകത്ത് ഗ്രില്ലിനകത്ത് അദ്ദേഹത്തെ കടത്തിയിരിക്കാം. അദ്ദേഹത്തിൻ്റെ 2 പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടായിരുന്നു, ചെറിയ പാസ്റ്റർമാർ. ഒരുപക്ഷെ തിമത്തിയോസും ഒനോമിയസുമൊക്കെ കൂടല്ലൂരോ അല്ലെങ്കിൽ നീലഗിരിയിലൊക്കെ ട്രാക്ടൊക്കെ കൊടുക്കാൻ പോയൊരു കാലമായിരിക്കും. സഞ്ചാര സൂചേഷകരായിരിക്കും. ചരിത്രത്തിൻ്റെ തങ്കത്താളികൾ അക്കമിട്ട് ജോസഫസ് രേഖപ്പെടുത്തുന്നു. ഒരു ശനിയാഴ്ച വൈകിട്ട് ഒരു പടയാളി വന്നിട്ട് പൗലോസിനടുത്ത് ഇങ്ങനെ പറയുന്നു, നാളെ പകൽ താങ്കളെ കൊണ്ട് ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുപോയി നമ്മുടെ നിലമ്പൂരിൽ മില്ലിനകത്ത് വാള് കൊണ്ട് തലയിറക്കുന്ന പോലെ താങ്കളുടെ തലയിറക്കുമെന്ന്. പൗലോസിനൊരു വേവലാതി, മരണത്തിൻ്റെ വേവലാതിയല്ല സഹോദരങ്ങളെ. തൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ എവിടെയോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് സൂചനം അറിയിക്കാൻ പോയിരിക്കുക. ആ കുഞ്ഞുങ്ങൾ മടങ്ങി വരുമ്പോൾ തന്നെ കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ കണ്ണിൽ നിന്ന് അനന്തമായ കണ്ണീർ ജയിലിൻ്റെ വാതിക്കൽ വീഴാൻ സാധ്യത. ഇന്നത്തെ ജയിൽ പോലെയല്ല. അന്നത്തെ ജയിലിനകത്ത് കരിക്കട്ട ഉണ്ടായിരുന്നു. ആരോ കരുതി വെച്ച വെള്ളം എടുത്ത് അപ്പച്ച അമ്മച്ചി ഒരു വാക്ക് പൗലോസ് അവിടെ എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. എന്താ എഴുതിയത്? മക്കളെ, വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഇത് വായിച്ച് തൃപ്തിപ്പെടുക. ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കരമുയർത്തുന്നവർക്ക് എന്നെ കണ്ടില്ലെങ്കിൽ നമുക്ക് ഏവർക്കും നീതിയുടെ കിരീടവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. പിറ്റേന്ന് പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയ്ക്കകത്ത് പടപെടാവൻ്റെ വാള് കഴുത്ത് വാള് കൊണ്ടിറക്കുമ്പോൾ തലതെറിക്കുമ്പോൾ ജോസഫസ് എഴുതി വെച്ചു, അവൻ്റെ നാവ് ചലിച്ചു കൊണ്ടിരുന്ന പ്രത്യാശയുടെ ദൂത്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നു? ഇവിടെ ഞങ്ങളുടെ ദേഹം ദേഹി കെട്ടുപോയാലും ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുവന്ന് നിത്യതയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഉയർപ്പിന്റെ പൊൻപുലരെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. റോമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി ലേഖനം എഴുതുമ്പോൾ റോമിനകത്തും കൊലോസ്യ സഭയ്ക്കകത്തുമൊക്കെയോ അതുപോലെ തന്നെ തെസ്സലോനിക്ക സഭയ്ക്കുമൊക്കെയോ പല മരണങ്ങൾ നടക്കുമ്പോൾ അതിനെ ആധികാരികമായി പൗലോസ് റോമിൽ കൂടി കൊടുത്തിരിക്കുക ഭക്തന്മാരോട്. അവരുടെ വംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്.
മൂന്ന് ഭാഗങ്ങളിലേക്ക്. ദ കാസ്റ്റിംഗ് ഓഫ് ഇസ്രായേൽ, ദി ആദറൈസേഷൻ ഓഫ് ഇസ്രായേൽ, ദ റാപ്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ ഉൾപ്രാവണം. ഇന്ന് രാത്രി ശ്രദ്ധയോടെ കടക്കുന്നു. മശിഹായുടെ ക്രൂശീകരണം. 5 കോടതികൾ. പള്ളിപ്രമാണിമാരുടെ കോടതി, 2 കയ്യാഫാവിൻ്റെ കോടതി, 3 ഹന്നാസിൻ്റെ കോടതി, 4-മത്തത് ഹേരോദാവിൻ്റെ അരമന, 5 പീലാത്തോസിൻ്റെ അരമന. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ലെന്ന് എഴുതി വെച്ചു. അതിനാസ്പദമായി മത്തായി 27-25 വരുമ്പോൾ 2 കൂടുകൾക്കകത്ത് കുഞ്ഞു വായിച്ചു തരണം. ഒന്നിൽ ബർബാസ് നിൽപ്പുണ്ട്, ഒരെണ്ണത്തിനകത്ത് യേശുമുണ്ട്. യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞൊരു വാക്യമുണ്ട്. വായിക്കാൻ മോളെ മത്തായി 27-25. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ചിതറക്കം. വായിക്കാം. മത്തായി, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. മതി കുഞ്ഞുങ്ങളെ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു വരട്ടെ. ഇവിടെ ഒരു പ്രത്യേക ഭാഗമുണ്ട്. പീലാത്തോസിന്റെ അരമനയിൽ യേശു നിൽക്കുമ്പോൾ പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ഒരു ദർശനം കിട്ടിയോ എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് പിടികിട്ടി നിൽക്കുന്നവനിൽ യാതൊരു കുറ്റവുമില്ല. അവർ പ്രത്യേകമായി ഇന്ന് വാട്സപ്പ് പോലെ ഒരു തുണ്ട് പീലാത്തോസിന്റെ കൊടുത്തു. നിന്റെ മുൻപിൽ നിൽക്കുന്നവന്റെ കാര്യത്തിനകത്ത് ആവശ്യമില്ലാതെ ഇടപെടരുത്, ശാപം വരും. എന്താ സംഭവിച്ചത്? നിലമ്പൂർ കോടതിയിലിരിക്കുന്ന ഒരു ജഡ്ജി ഡൈസിനകത്ത് ഇരുന്നിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് വെള്ളമെടുത്ത് കൈ കഴുകത്തില്ല, ഉച്ചയായിട്ടേ കൈ കഴുകത്തുള്ളൂ. പക്ഷേ യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ വിധി ഒപ്പിട്ടിട്ട് പീലാത്തോസ് കിണ്ടി വെള്ളമെടുത്ത് കൈ കഴുകി. കരമുയർത്തുന്നവർക്ക് ഈ രക്തത്തിൻ്റെ ശാപം എനിക്ക് ആവശ്യമില്ല. അവന് പിടികിട്ടി തൻ്റെ മുൻപിൽ നിൽക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനം ചിതറണം. ഇവിടെ ബൈബിളിലേക്ക് ഇനി ആ വാക്യങ്ങൾ. മത്തായി സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ കാലിക പ്രസക്തിയുള്ള 3 പ്രഭാഷണങ്ങൾ. 1 ഗിരിപ്രഭാഷണം, മത്തായി 7-8. 2-മത്തത് ഒലിവുമല പ്രഭാഷണം, ദ സെർമൺ ഓഫ് ദ മൗണ്ട്, മത്തായി 24. അത് കഴിഞ്ഞ് ഇന്ന് രാത്രി കർത്തൃദാസൻ ഉദ്ഘാടനത്തിൽ പറഞ്ഞത് മാളികമുറി പ്രഭാഷണം, അപ്പർ റൂം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അങ്ങനെയെങ്കിൽ ഒലിവുമല പ്രഭാഷണത്തിൻ്റെ പ്രത്യേകത മത്തായി 24, 3, 4, 5. യഹൂദനോടുള്ള ബന്ധത്തിൽ അനവധി പെരുന്നാളുകൾ. ഓശാന പെരുന്നാൾ, പെസഹ പെരുന്നാൾ, കാകളനാഥ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ. ഈ പെരുന്നാളിൻ്റെ നടുവിൽ ഓശാന പെരുന്നാളിൽ യെരൂശലേം ദൈവാലയത്തിനകത്ത് യേശു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടത്തി. ആ സമയത്ത് ശിഷ്യന്മാർ ആലയത്തിൻ്റെ പണി കാണിച്ചു. യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ചേച്ചിപ്പാതെ ഇടിഞ്ഞു പോകാം. ശ്രദ്ധയോടെ അത് കേട്ടപ്പോൾ അവർക്ക് വളരെ ദുഃഖമായി. യേശു റൂട്ട് കഴിഞ്ഞ് ഘട്ടം വെള്ളവും കുടിച്ചില്ല. ഒലിവുമലയിൽ പോയി. സായം സന്ധ്യയിൽ അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ റഫറൻസ് ബൈബിൾ കൂടെ മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 3, 4, 5 അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം, അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? അരുமையான தமிழ் பைபிள். அதற்கு இந்த மாதிரி பேசியிருக்குது. உலகத்தின் முடிவும் கடைசிக்கால செய்திகளும் எந்த மாதிரி நீ செய்திருக்குது பேசியிருக்குது. அதுக்கு தான் ലക്ഷണങ്ങൾ. യേശു പറഞ്ഞൊരു മറുപടി ഉണ്ട്, കൂടെയുണ്ട്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവി. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. ആ ഭാഗം തൊടുകുറിയായി വെച്ച് നാം മാറിപ്പോകുന്നു. മശിഹായുടെ വരവിൻ്റെ ലക്ഷണങ്ങൾ മരിച്ചവർ എപ്പോഴും ഉയർക്കും. മത്തായി സുവിശേഷം 24, 32, 33, 34, 35. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതാ ഇല തളർക്കുമ്പോൾ ഇസ്രായേൽ അവനടുക്ക വാതിൽക്കൽ ആൻറ്റി ക്രൈസ്റ്റ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുക, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ്റെ വരവിൽ, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ. ഇന്ന് രാത്രി നിലമ്പൂരിലെ സഹൃദയരായ പ്രിയപ്പെട്ടവരായ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവും വചനത്തിൽ ഉറച്ചു നിന്ന് നിത്യതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവമക്കളോട് ഒരടയാളത്തിൽ കൂടി ഇന്ന് രാത്രി പറയാം. മശിഹ പറഞ്ഞത് 6 ലക്ഷണങ്ങളാണ്. 1 യഹൂദ ലക്ഷണം, 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിൻ്റെ ലക്ഷണം, 4 ഏകലോക മതത്തിൻ്റെ ലക്ഷണം, 5 നോഹയുടെ കാലത്തെ പോലെ പ്രളയമുണ്ടാകും, 6 ലോത്തിൻ്റെ കാലത്തെ പോലെ തീ ഇറങ്ങും ആകാശത്തിൽ നിന്ന്. ഇത്രയും കാര്യങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങൾ. ഇത് മാത്രം പ്രസംഗിക്കണമെങ്കിൽ 14 രാത്രികൾ വേണം. അതിനാസ്പദമായി ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്ന പോരെവിടം വരെയത്ത് മരിച്ചവർ ഈ തലമുറയിൽ ഉയർക്കുമോ? അതുകൊണ്ട് യേശുപ്പച്ചൻ പറഞ്ഞു, ആ തീയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പേൻ. ഇവിടം തൊട്ട് ചിന്തയെ ആരംഭിക്കുന്നു. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ 3 മരങ്ങളുമായി ഉപമിച്ചിട്ടുണ്ട്. 1 അത്തി. ബൈബിൾ കൂടെ പഠിക്കുന്ന മക്കൾ പിന്നത്തതിൽ നിങ്ങൾക്ക് ലൈവും കോർട്ടസ് ചെയ്യാം. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? അത്തിയുടെ പ്രത്യേകത, അവൻ്റെ രാഷ്ട്രീയം. ഹോശയ്യ 9:10. അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ട ഇസ്രായേൽ. 2 മുന്തിരി, അവൻ്റെ ആത്മീയ. യോഹന്നാൻ 15:1-2 വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകൾക്കുകയും അവൻ വെട്ടിക്കളയുന്നു. 3 ഒലിവ്, അവൻ്റെ സൗന്ദര്യം. സംഗീതം വാസിക്കരുത്, അരുമയാണ് സംഗീതം. സങ്കീർത്തനം
128 1 2 3 4 യഹോവയെ ഭയപ്പെട്ട അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്തും. നിന്റെ ഭാര്യ ഫലപ്രദമായി മുന്തിരി വള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയും ഇരിക്കും. അങ്ങനെയെങ്കിൽ 3 മരം: അത്തി രാഷ്ട്രീയം, അത് കഴിഞ്ഞ് മുന്തിരി ആത്മീയം, ഒലിവ് സൗന്ദര്യം. അങ്ങനെയെങ്കിൽ അത്തി തളർക്കണം. യഹൂദൻ ചിതർന്നു. കഥ ആരംഭിക്കുന്നു AD 70 മുതൽ ലോകരാജ്യങ്ങളിലേക്ക് യഹൂദൻ ചിതറി. AD 135 ആയപ്പോൾ ഏകദേശം 120 രാജ്യങ്ങളിൽ യഹൂദൻ ചിതറി. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. കുഞ്ഞുങ്ങൾ പാലും തേനും പിടുക്കുന്ന കനാൻ ദേശത്തിൽ ദൈവവചനത്തോട് മറുതലിച്ച് ദൈവത്തിൻ്റെ ന്യായ സംഹിതകളെ മറ്റിമറിച്ചു കൊണ്ടുപോയപ്പോൾ ദാണ്ട് വിടിരിക്കുന്ന ഒരു കുപ്പിപ്പാത്രം താഴെ വീഴുന്നവർ ലോകരാജ്യങ്ങൾ ചിതറി. ശ്രദ്ധയോടെ എന്താ സംഭവിച്ചത്? അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവകരം അവരിൽ നിന്ന് മാറ്റപ്പെടുവാൻ തുടങ്ങി. പല്ലി, പാമ്പ്, ചെരുപ്പിൻ്റെ വാർ, ഇതെല്ലാം അവർ ഭക്ഷിക്കുവാൻ തുടങ്ങി. തീർന്നില്ല. നമ്മുടെ നിലമ്പൂർ മാർക്കറ്റിൽ നല്ല ആടിൻ്റെ കാലുകൾ തൂക്കുന്നത് പോലെ ബ്രിട്ടനിലെ മാർക്കറ്റിനകത്ത് യഹൂദൻ്റെ കാല് വെട്ടി തൂക്കുമായിരുന്നു. തീർന്നില്ല. ഇവിടെ നല്ല പിയേഴ്സ് സോപ്പ് ലഭിക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് ഏറ്റവും നിർണായകമായൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താ പ്രത്യേകത എന്നറിയാമോ? യഹൂദൻ്റെ ശരീരത്തിലെ കൊഴുപ്പെടുത്തിട്ട് സോപ്പുണ്ടാക്കി മാർക്കറ്റിൽ പറയൂ, ഇത് വെച്ച് കുളിച്ചാൽ നല്ല മേനി കിട്ടും. അങ്ങനെ വരെ അവർ സഹിഷ്ണുത അനുഭവിച്ചു. ഘട്ടങ്ങളുടെ ഒരു പരമ്പര അവരുടെ ജീവിതത്തിലുണ്ടായി. അനുബന്ധിച്ച് 5 ചക്രവർത്തിമാർ കൊല്ലാക്കലോ ചെയ്തു. 1 റഷ്യയിലെ സാർ ചക്രവർത്തി, 2 ഇറാഖിലെ നെബൂഖദ്നേസർ, 3 ഇറാനിലെ ഹാമാൻ, 4 സിറിയയിലെ അന്തിക്കോസ് എപ്പിഫാനോസ്, പുറകെ വന്ന ഹിറ്റ്ലർ മുസോളിനി. ഏറ്റവും കൂടുതൽ യഹൂദന്മാരെ കശാപ്പ് ചെയ്തത് ഹിറ്റ്ലറാ. ജോലിയില്ലാതെ അലഞ്ഞു തിരഞ്ഞത് യഹൂദന്മാരോട് പറഞ്ഞു, കോമ്പൗണ്ടിനകത്ത് കയറിക്കോ, നിങ്ങൾക്ക് ജോലി കിട്ടും. കോമ്പൗണ്ടിനകത്ത് ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ ടാപ്പ് കൊടുത്തിരിക്കുന്നത് പോലെ യഹൂദന്മാർ ടാപ്പ് തുറന്നപ്പോൾ അതിനകത്ത് വിഷവാതകമായിരുന്നു. 60 ലക്ഷം പേരെ കൊന്നുകളഞ്ഞു. ഹോളോകോസ്റ്റ്, ഏറ്റവും വലിയ ജീവിതത്തിലെ പരിജ്ഞാനം. അവരെ യഹൂദൻ്റെ സ്ത്രീകളെ വഴിവെക്കൽ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നറിയാമോ? അവരുടെ വയറ് കുത്തുമായിരുന്നു. കുഞ്ഞുങ്ങളെ, പിള്ളകളെ സഹിതം കുത്തിയെടുത്ത് പുറത്ത് കളയുമായിരുന്നു. അങ്ങനെ പീഡ അനുഭവിച്ചൊരു കാലമുണ്ടായിരുന്നു. ബൈബിൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ മോവാബ് സമഭൂമിയിൽ വെച്ച് മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ ജനം വചനം കേട്ട് മാറിയാൽ നിന്റെ ജനത്തിന് പിന്നെയും ന്യായവിധി ഉണ്ടാകും. വായിക്കുന്നു, ഇസ്രയേൽ ജനം ന്യായവിധിയുടെ നിറവിൽ. ആവർത്തന പുസ്തകം ബൈബിൾ കൂടെ എടുത്താട്ട് 28-ാം അധ്യായം 64, 65, 66, 67, 68 പ്രവചനമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ. പണ്ട് KK ചെറിയാച്ചൻ ക്ലാസ് എടുത്തപ്പം പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്നവൻ്റെ മുഖം നോക്കാതെ ബൈബിൾ നോക്കിയാൽ നിനക്ക് അക്കരെ നാട്ടിൽ കയറാം. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ബൈബിൾ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആവർത്തന പുസ്തകം 28, 64, 65, 66, 67, 68 വായിച്ചിട്ട് മോളെ. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ കൊച്ചി മട്ടാഞ്ചേരി മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. 120 രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ നൈജീരിയ വരെ എത്തുമെന്ന് മനസ്സിലാകുന്നവർക്ക്. അടുത്തത്, അവിടെ നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും. പുറപ്പാട് 24 മേലാകാശത്തിലും കീഴഭൂമിയിലും യാതൊന്നിനെ നീ ഉണ്ടാക്കരുത്, വണങ്ങരുത്. ഇപ്പൊ എവിടായി അമ്മാമ്മ? ദൈവത്തിന്റെ കൽപ്പന നിരസിച്ചപ്പം കല്ലും മണ്ണും കൊണ്ടുള്ള ദൈവങ്ങളെ നീ സേവിക്കും. അടുത്ത വാക്ക്, ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. നീ കാല് ചവിട്ടി നിൽക്കാൻ നിനക്ക് യഹൂദന് സ്വസ്ഥത കിട്ടത്തില്ല. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും. അടുത്ത വാക്ക്, നിന്റെ കാലിന് വിശ്രാമ സ്ഥലം ഉണ്ടാകുകയില്ല. അടി കിട്ടുമെന്ന് പറഞ്ഞ് പടപടാ ഓടുമെന്ന് മതിൽ ചാടി. അടുത്ത വാക്ക്, അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും. അയ്യപ്പാല് കുത്ത് കിട്ടുമെന്നറിയത് അതിന്റെ പേര വിറയ്ക്കുന്ന ഹൃദയം. അടുത്തത്, മങ്ങുന്ന കണ്ണും. കണ്ണടച്ച് തുറക്കുമ്പോ അടി വരുമെന്നുള്ള പേടി. മങ്ങുന്ന കണ്ണും. അടുത്ത, നിരാശയുള്ള മനസ്സും തരും. ഇനിയും ഒരു മടങ്ങി വരവൊന്നുമില്ല. നീ എവിടെ കടകിലും മരിക്കുമെന്ന് അച്ചായ നിരാശയുള്ള മനസ്സും നൽകും. അടുത്ത വാക്ക്, നിന്റെ ജീവൻ നിന്റെ മുൻപിൽ തൂങ്ങിയിരിക്കും. കഷ്ടം, ഏത് സമയം അവൻ മരിക്കപ്പെടുവന്നതാ. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. അടുത്തത് കേട്ടാട്ടെ, യഹൂദന്റെ ന്യായവിധി വായിക്കാം. രാവും പകലും നീ പേടിച്ചു പാർക്കും. അയ്യോ, ഒരു സമയം അവന് സ്വസ്ഥതയില്ല. നമ്മുടെ കാര്യം പറയുന്ന പോലെ ഉറക്കമില്ല. പകലും രാവും ചൂട് വരും, അല്ലെ മാളത്തിയിരിക്കുന്ന പാമ്പ് വരും എന്ന് പറയുന്നത് പോലെ അവൻ ഒരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല. അടുത്ത വാക്ക്, പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. എപ്പോഴും ജീവഭയം, വഴി കിട്ടിയാലും അവനെ കൊല്ലുവെന്ന്. അടുത്ത വാക്ക്, നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തം നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും സഹോദരങ്ങളെ മുഴുവൻ മുമ്പിട്ട് കൊല്ലുന്നതായി കണ്ണാലെ കാണുന്ന കാഴ്ച. അടുത്ത വാക്ക്, നേരം വെളുക്കുമ്പോൾ വിചാരിക്കും സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കും, രാത്രി ആയിരുന്നേ കൊള്ളായിരുന്നു, വെട്ടമൊന്നും വരത്തില്ല, ആരും കൊത്താൻ വരത്തില്ലെന്ന് മനസ്സിലാകുന്നവർക്ക് നേരം വെളുക്കുമ്പോൾ വിചാരിക്കും, കർത്താവെ രാത്രി ആയാൽ മതിയെന്ന്. അപ്പൊ പിന്നെ രാത്രി ആയാലോ
വായിരു മക്കളെ. സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്നും ഇരുട്ടിന്റെ മറവിൽ ആരെങ്കിലും തങ്ങളെ കൊല്ലാൻ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുമെന്ന്, നേരം വെളുത്തിരുന്നേ വെട്ടം കിട്ടുമെന്ന് ഇങ്ങനെ പോയൊരു കൂട്ടരായ കൂതൻ. അടുത്ത വാക്ക് നീ ഇനി കാണുകയില്ല. ഇതാണ് നീ ഇനി കാണുകയില്ല. മോശയുടെ നേതൃത്വത്തിൽ ആഴമേറിയ ചെങ്കടൽ കടന്നപ്പോൾ മിര്യാമച്ചി തപ്പെടുത്തൊരു പാട്ട് പാടി. നിലമ്പൂക്കാർക്ക് ഓർമ്മയില്ലല്ലോ, ഇന്ന് കണ്ട മിസ്രയീമിനെ കരം ഉയരുന്നില്ലല്ലോ, ഇനി കാണുകയില്ല. ആ പറഞ്ഞിടത്തുനിന്ന് നിന്നെ അവിടെ കൊണ്ടുപോകുന്നു. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രയീമിലേക്ക് മടക്കി കിടക്കുന്നത്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് വന്ന ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിച്ചപ്പോൾ മോവാബ് സമഭൂമിയിൽ വെച്ച് സ്വർഗ്ഗം അരുളപ്പാട് ചെയ്തു, കപ്പൽ കയറ്റി നിന്നെ അടിയാനും അടിയാട്ടിയുമായിട്ട് അവിടെ കൊണ്ടുപോകുക. അത്ര ക്ലിയർ. ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരു ജനത. നമ്പർ 2, സ്വന്തം കുഞ്ഞുങ്ങളെ ലോകത്തിൽ ആരെങ്കിലും അമ്മമാർ ഭക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വായിക്കാം. സ്വന്തം കുഞ്ഞുങ്ങള് ലോകത്തിൽ അമ്മമാർ ഭക്ഷിച്ചിട്ടുണ്ടോ? ലേവ്യ പുസ്തകം 26, 29. ബൈബിൾ എടുത്താട്ട ഇവർ മടങ്ങി വരുന്ന സാധാരണ സംഭവമല്ല, കർത്താവിന്റെ മടങ്ങി വരുമ്പോ. ലേവ്യ പുസ്തകം 26, 29 കുഞ്ഞൊന്ന് വായിച്ച് സഹായിക്കാം. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം തിന്നും. അടുത്തത് നിങ്ങളുടെ പുത്രിമാരുടെ മാംസവും തിന്നും. അതിന് മതി, ഇത്ര മാത്രം മതി. ലോകമകായിത്വം നടക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാട്ട്. ഒന്നാം ലോകമകായിത്വത്തിന്റെ ആദ്യ നാളുകളിൽ ഇപ്പോൾ ഇരമ്യ 19:9 ക്ലിയർ ആയിക്കോണം ഞാൻ പറയുമ്പോൾ. ഈ ഒന്നാം ലോകമകായിത്വത്തിന്റെ ആദ്യ നാളുകളിൽ എല്ലാ നാളുകളിലും പട്ടിണിയാ. അമ്മച്ചിമാരെല്ലാം കേട്ടാട്ടെ. സ്ത്രീകളുടെ തെരുവൂതിയിൽ കൂടി കുതിരപ്പട്ടാളം പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് നല്ല പട്ടിണിയുള്ള കാലം. അപ്പൊ കുതിര എവിടോ സ്റ്റോപ്പ് ചെയ്തപ്പോൾ നല്ല ഇറച്ചി വറക്കുന്ന മണത്തിന്റെ സ്മെല്ല് വരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി. ആ മണം തേടി അവർ പോയപ്പോൾ തൊട്ട് താഴെ ഒരു കുടിലിനകത്തിരുന്ന ഒരു സഹോദരി എന്ന പാത്രത്തിരുന്ന് ചുട്ട മാംസം തിന്നുകൊണ്ടിരിക്കുന്നു. ആ സഹോദരിയുടെ പാത്രം ഈ 2 പട്ടാളക്കാർ പിടിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, അയ്യോ അത് കഴിക്കരുത്, അതൊരു മൃഗത്തിന്റെ മാംസമല്ല. ആരുടെ മാംസം? 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച് ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ കൊന്നിട്ട് അതിന്റെ മാംസം വാർന്ന് ഞാൻ തിന്നുകയാണ്. പട്ടാളക്കാർക്കാകെ പേടിയായി. നോക്കിയപ്പോൾ അമ്മാമ്മ ഒരു കുട്ടിക അവിടെ കാണിച്ചു. തൻ്റെ സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് അതിന്റെ മാംസം പടപട വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വാർന്ന് തിന്നുന്ന ഒരമ്മ. മനസ്സിലാകുന്നവർക്കായി അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ഇസ്രായേൽ. വായിക്കാം ഇരമ്യ പ്രവചനം 19:9. ഈ ജനം മടങ്ങി വരുന്നെങ്കിൽ ഈ തലമുറയിൽ കാന്തൻ വരും. ഇരമ്യ പ്രവചനം 19-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും. ഇവനെതിരെ എവിടെ കിട്ടിയാലും അടിക്കുവായിരുന്നു. അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. എവിടെ കിട്ടിയാലും അവൻ അടിക്കായിരുന്നു. അടുത്ത വാക്ക്. അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും. ബൈബിൾ ക്ലിയർ ആയി. സജു ചാത്തന്നൂർ പറഞ്ഞതല്ല. ബൈബിളിനകത്ത് സ്വന്തം പുത്രന്മാരുടെ മാംസവും സ്വന്തം പുത്രിമാരുടെ മാംസവും അവർ തിന്നും. അങ്ങനെയെങ്കിൽ നിലവിളി ഉയരും. ബൈബിളിന്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. സങ്കീർത്തനം 50:22. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ലോകരാജ്യങ്ങൾ മുഴുവൻ ചിതറി ഇവൻ ഇനി ഒരു മടങ്ങി വരവില്ല, കിട്ടുന്നിടത്തെല്ലാം കൊന്നുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ അതിന്റെ പേര് അനുഗ്രഹമല്ല, മറുതലിക്കുന്നവന്റെ മേൽ ശാപം. വായിക്കാം മക്കളെ. സങ്കീർത്തനം 50:22. ദൈവത്തെ മറക്കുന്നവരെ കരം ഉയരുന്നില്ല നിലമ്പൂക്കാരുടെ. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. സന്തോഷമില്ലല്ലോ, ഇത് ഓർത്തുകൊള്ളുവേ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. അടുത്ത വാക്കൂടെ. വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. ചുമ്മാതാ, നിന്നെ വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ശാപം മേടിച്ച് ദൈവസന്ധിയിൽ നകന്നാൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വരും. ലോകം മുഴുവൻ യഹൂദൻ ചിതറി. അങ്ങനെ ഇരിക്കുമ്പോൾ നിർണായകമായ ഒരു സംഭവം നടക്കുന്നു. എല്ലാവരും കേട്ടാട്ടെ. ഇവിടെ മശിഹായുടെ വരവും യഹൂദന്റെ പുനരേകീകരണവും. ശ്രദ്ധയോടെ 1867. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണമേ. 1867. ഏകദേശം 1900 കൊല്ലങ്ങളോളം അവർ കിടക്കാം. 1867 ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയാമോ? ഫ്രാൻസിൽ ഒരു മിലിറ്ററി പരേഡ് നടക്കുക. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ബൈബിളിലേക്കാണ് വരുന്നത്. ഫ്രാൻസിൽ ഒരു മിലിറ്ററി പരേഡ് നടക്കുന്നു. അപ്പോൾ രാവിലെ മാർച്ച് പാസ്റ്റ് ഉണ്ട്. നിലമ്പൂരിൽ SP ഓഫീസിൽ നിന്ന് പോലീസുകാർ ഇലക്ഷന് മുമ്പ് മാർച്ച് പാസ്റ്റ് നടത്തുന്നത് പോലെ ഒരു മാർച്ച് പാസ്റ്റ് അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് റെക്കോർഡ് അഥവാ എഴുതാൻ പോയൊരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെ പേര് തിയോഡർ ഹർസൺ. കൃത്യമായിട്ട് കേൾക്കണം, ഇന്നത്തെ ചാനലല്ല, അത് നോട്ട് ചെയ്യാൻ പോയൊരു ചെറുപ്പക്കാരൻ. ആ സമയത്ത് രാവിലെ മാർച്ച് പാസ്റ്റിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കേണലിനെ പിടിക്കുന്നു. ആ കേണലിനെ റോഡിലിട്ട് അവർ അടിച്ചു കൊല്ലുന്നു. ഈ ചെറുപ്പക്കാരൻ ചെന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു പട്ടാള കേണലല്ലേ, എന്തിനാ കൊല്ലുന്നത്? അപ്പോൾ ഫ്രാൻസുകാർ പറഞ്ഞെന്തോന്നറിയോ? ഇവൻ ഒരു യഹൂദനായി, ഈശോയെ ക്രൂശിച്ചവൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുണ്യം കിട്ടുമെന്ന്. യവൻ്റെ ഉള്ളം കത്താൻ തുടങ്ങി. യവൻ ആ പേപ്പർ അവിടെ വലിച്ചു കീറിയിട്ട് റൂമിൽ വന്ന് കരയാൻ തുടങ്ങി. ഞങ്ങൾ യേശുവിനോട് മത്സരിച്ചത് കൊണ്ട് ദാ കിടക്കുന്നു, അവൻ്റെ രക്തം ചിതറിയത് കൊണ്ട് ഞങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു. അപ്പച്ചമ്മച്ചി 30-ൽ പരം വർഷം ഈ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി.
30 വർഷമാ ഒരുവൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കുത്തിയിരുന്നത് ഒരു രാജ്യത്തിന്റെ പടകിന് വരവിന് വേണ്ടി. 1897 ബാസലിൽ വെച്ചൊരു കോൺഫറൻസ് നടക്കുന്നു. ആ കോൺഫറൻസിന്റെ പേരായിരുന്നു സിയോൺ സംഘം, യഹൂദന്റെ കൂട്ടായ്മ. 3 ദിവസം നിലമ്പൂരിൽ പ്രാർത്ഥന പോലെ. അന്ന് ഈ ചെറുപ്പക്കാരൻ 14 പേജുള്ള ഒരു ബുക്കിലെറ്റ് അടിച്ചുണ്ടാക്കി. നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രതികരിക്കുന്ന പോലെ ഒരു ബുക്കിലെറ്റ് ഈ ചെറുപ്പക്കാരൻ അടിച്ചുണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. ലോക രാജ്യങ്ങൾ മുഴുവൻ ഈ ബുക്കിലെറ്റ് വന്ന് എങ്ങനെ വന്ന് കപ്പൽ വഴി വന്നു. യഹൂദൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ചായമ്മ ഒരു 14 വർഷം കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ഒരു സംഭവം നടന്നു. എല്ലാവരും കേൾക്കണം. ലോകത്തിലെ 2 വൻ ശക്തികൾ, 1 ബ്രിട്ടൻ, 2 ജർമ്മനി. ബ്രിട്ടന്റെ കീഴിൽ ഒരു രാജ്യമുണ്ടായിരുന്നു ഓസ്ട്രിയ, ജർമ്മനിയുടെ കീഴിൽ ഒരു രാജ്യമുണ്ടായിരുന്നു സെർബിയ. 1911 അഥവാ 1911 ഓസ്ട്രിയയിലെ രാജകുമാരന്റെ പേരാ ഫെർഡിനൻഡ്, രാജ്ഞിയുടെ പേരാണ് സോഫിയ. അവര് നിങ്ങൾ ഈ പിന്നെ എവിടെ എടക്കര കഴിഞ്ഞ് നാടുകാണി കഴിഞ്ഞ് വഴിക്കടവൊക്കെ കഴിഞ്ഞ് ഗൂഡല്ലൂർ കയറുന്നത് പോലെ സെർബിയയിൽ ഒരു ഫ്ലവർ എക്സിബിഷൻ ഉണ്ടായിരുന്നു. വൈകിട്ട് ഇത് കാണാൻ പോവുകയാണ്. അപ്പോൾ ഗൂഡല്ലൂരിൻ്റെ ബോർഡറിൽ വെച്ച് എറി വരുന്നത് പോലെ ഒരു സംഭവം നടന്നു. എന്താ സംഭവം നടന്നതെന്നറിയാമോ? ഈ ഫെർഡിനൻഡ് രാജകുമാരനും സോഫിയ രാജകുമാരിയും എങ്ങനെ പോയ ജീപ്പിലാണ് പോയ. ഫ്രണ്ടിലിരുന്ന് അംഗരക്ഷകന് കല്ലേറ് കിട്ടി. പിന്നെ നമ്മുടെ നിലമ്പൂർ വരാൻ സമയമില്ല. അവർ സെർബിയയിലെ ആശുപത്രിയിൽ പോയി. കാഷ്വാലിറ്റിയിൽ ഈ ചെറുപ്പക്കാരനെ കാണിക്കുമ്പോൾ രാജാവ് ഫെർഡിനൻഡ് രാജകുമാരൻ അവിടെ നിൽക്കുക. അപ്പോൾ അദ്ദേഹം കുത്തേറ്റ് മരിക്കുന്നു. അതാ 1ാം ലോക മഹായുദ്ധം. പെതിയെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. 1914 ആയപ്പോൾ നിർണായകമായൊരു സംഭവം നടന്നു. എന്താ നിർണായകമായൊരു സംഭവം നടന്നത്? ഈ യുദ്ധം 2 പേരും ഏറ്റെടുത്തു. 1 ബ്രിട്ടൻ യുദ്ധത്തിൽ പങ്കാളിയായി, 2 അതിനോടൊപ്പം ജർമ്മനിയും പങ്കാളിയായി. ജർമ്മനി ഒരു കാര്യം ചെയ്തു. ശ്രദ്ധയോടെ, കർത്താവിൻ്റെ കരം എവിടെയാണ് ഇറങ്ങുന്നത്, എന്താ സംഭവിക്കുന്നതെന്ന്. ജർമ്മനി ഒരു കാര്യം ചെയ്തു. കപ്പൽപ്പടയെ മുഴുവൻ ബ്രിട്ടൻ്റെ സമുദ്രങ്ങളിൽ നിർത്തിക്കഴിഞ്ഞു. ഒരു ഓർഡർ കൊടുത്ത് 72 മണിക്കൂർ കൊണ്ട് കപ്പലിൽ ആക്രമണം ഉണ്ടാകും, ബ്രിട്ടൻ തകരും. അന്നേ പ്രത്യേക ഒരു സംവിധാനമാണ്. ബ്രിട്ടനകത്ത് 3 പേരുണ്ട്. 1 ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ഡേവിഡ് ലോയൻ ജോർജ്, ബ്രിട്ടൻ്റെ ഗവർണറുടെ പേര് ആർതർ ബാൽഫോർഡ്, സൈനിക മേധാവിയുടെ പേര് ഡേവിഡ് അലൻബി. അവർ 3 പേരും പറഞ്ഞു നമ്മൾ തീർന്നു പോകാം. അന്ന് ഒരു യഹൂദന്റെ കരമിറങ്ങി വന്നു. ആരാ? സിയോൺ സംഘത്തിന്റെ ചെയർമാൻ ഡോക്ടർ ചിയാം വൈസ്മാൻ. അവന്റെ കൊച്ചുമോന ഇന്ന് ഇസ്രയേലിനകത്ത് പള്ളി പണിയാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. അവന്റെ പേര് ഡോക്ടർ ചിയോം കവിനോവിസ്കി. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളുടെ നിരയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഗ്രനേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പഠിക്കുന്ന മക്കൾ TNT ട്രൈനൈട്രോടോളുവിൻ സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കൊണ്ടുപോകാനുള്ള മാർഗം അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ ഡോക്ടർ ചിയാം വൈസ്മാനെ കൊട്ടാരത്തിൽ വിളിച്ചു. ഇസ്രയേലിൻ്റെ നല്ല ടെക്നോളജി അവൻ്റെ കയ്യിലുണ്ട്. അവനെ വിളിച്ചിട്ട് യഹൂദനോട് പറഞ്ഞു, നീ വിചാരിച്ചാൽ വല്ലതും നടക്കും. 3 നാളുകൾ കഴിഞ്ഞാൽ ബ്രിട്ടൻ ലോകത്തിൽ കാണത്തില്ല. അവൻ പറഞ്ഞു, ഞാൻ നോക്കാം. അവൻ മടങ്ങി വന്നു. അവൻ്റെ പരീക്ഷണശാലയിൽ ഒരു പുസ്തകം എടുക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി നമ്മുടെ നിലമ്പൂർ വീട്ടിക്കുന്നിലെ കൺവെൻഷനകത്ത് നിന്റെ വഴികളും വാതിലുകളും അടയും. പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് തുറക്കാൻ പറ്റിയത് ഇന്ന് രാത്രി നിന്റെ കരങ്ങളിലുണ്ട്. അതിൻ്റെ പേരാ ജീവന്റെ വചനം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പ്രതികൂലം നിനക്ക് വരും, പ്രതിസന്ധി വരും, നിന്റെ പടക് തകരുമെന്ന് ദൂതപിശാച് പറയും. എന്നാൽ അതിൻ്റെ നടുവിലും യഹോവയുടെ വചനത്തെ തുറന്ന് ഇന്ന് രാത്രി നിനക്ക് വിടുതൽ തരുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയാ. യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി ജയം. ചില പാരമ്പര്യ വിഷയങ്ങളിനകത്ത്, ചില പ്രതിസന്ധികളിനകത്ത് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് മുട്ടുമടക്കുന്നുവെങ്കിൽ സഹോദരി, യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും കൈവിടും. എന്നാൽ കൈവിടാത്ത ഒരുവൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വന്നിട്ടുണ്ട്. അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവൻ. എത്ര പേർക്ക് ആസ്കിങ് സീക്കിങ് നോക്കി ഇന്ന് രാത്രി മുട്ടിയാൽ നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്ക്, അന്വേഷിച്ചാൽ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വഴികൾ തുറക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രി. കമാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഇന്ന് രാത്രി ഓൺലൈനിൽ പല രാജ്യങ്ങളിലും ഇത് കേൾക്കുന്നെങ്കിൽ ആരൊക്കെ മാറും, ഭാഷന്മാരൊക്കെ നിന്റെ മുന്നിൽ മാറിയാലും ഇന്ന് രാത്രി തിരുവചനം തുറന്ന് നിനക്കൊരു വഴി ഒരുക്കുവാൻ കരുത്തുറ്റവൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ായി അതിനകത്ത് അതിൻ്റെ ടെക്നോളജിയും കിട്ടി. ഇയ്യോബ് 38, 22, 23 അവൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ കണ്ണുകൾ പായിച്ചു. വായിക്കാം. ഇയ്യോബ് 38, 22, 23 വാക്യങ്ങൾ. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. നീ ഹിമത്തിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? കന്മ
കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. ശ്രദ്ധയോടെ ദൈവജനം, പോരും പടയുമുള്ള നാളിലേക്ക്. നീ ഹിമത്തിന്റെ ഭണ്ഡാരം, അതിന്റെ ഇംഗ്ലീഷ് ഐസ് ക്യൂബിനെ കണ്ടിട്ടുണ്ടോ? അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഗേമിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകം. ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താ? കൈവച്ചാൽ ബിസ്ക്കറ്റും കൈവച്ചാൽ ബിരിയാണിയും. സന്തോഷമില്ലല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ സ്വോത്രം. അതാ ഇയ്യോബ് 37:7. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയാൻ കൈമുദ്രയിടുന്നു. സന്തോഷമില്ലല്ലോ. ഹാത്തരക്കോ ദണ്ഡമാക്കൻ ജിയോയിലേക്ക് ജാവോ. സന്തോഷമില്ലല്ലോ. ഹാത്തരക്കോ ദണ്ഡമാക്കൻ ബിരിയാണിയിലേക്ക് ജാവോ. സന്തോഷമില്ലല്ലോ. ഇതാ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് മാഗ്നിഫിക്കൽ ദാ കൈമുദ്രയിടുന്നു. രണ്ടാമത്തെ കാര്യം, അണക്കെട്ട് എവിടുന്ന് വന്നു? ഇടമലയാർ എവിടുന്ന് വന്നു? പൂയംകുട്ടി എവിടുന്ന് വന്നു? ഇടുക്കി എവിടുന്ന് വന്നു? കല്ലാർകുട്ടി വന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, വെള്ളത്തെ തടഞ്ഞെടുത്ത് നീരൊഴുക്കുകളിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. കരമുയർത്തുന്നവർക്ക് 100 കണ്ടുപിടുത്തങ്ങൾ രേഖപ്പെടുത്തിയത് ഇയ്യോബിന്റെ പുസ്തകം. ബാക്കി എവിടെ നിൽക്കട്ടെ. അവനെ ദൈവാത്മാവിന്റെ കരം അവൻ്റെ പേരിൽ ഇറങ്ങി വന്നു. അവൻ ഒറ്റ കാര്യം പറഞ്ഞു. 24 മണിക്കൂർ കൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? ബ്രിട്ടനിലെ ഫാക്ടറികളോട് പറഞ്ഞ് ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ. ഐസ് ക്യൂബ് പടപടം ഉണ്ടാക്കി. എന്താ സംഭവിച്ചതെന്നറിയാമോ? 2 ഐസ് ക്യൂബിനകത്ത് കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇന്ന് രാത്രി കേൾക്കണം. എന്താ സംഭവിച്ചത്? ഈ ഐസ് ക്യൂബിനകത്ത് എന്താ ചെയ്തത്? ഗ്രനേഡ് പൊതിഞ്ഞു വെച്ചു. എന്നിട്ട് ഐസ് ക്യൂബിനെ കൂട്ടിക്കെട്ടി. ഇന്ന് ഹോർമോസിനകത്ത് മൈൻ കിടക്കുന്നത് പോലെ ആരും അറിഞ്ഞില്ല. ഇവൻ എന്ത് ചെയ്തു? ഈ വെള്ളത്തിനകത്ത് ഐസ് ക്യൂബ് ഒഴുകി വിട്ടു. വല്ലവരും ശ്രദ്ധിക്കോ? വെള്ളത്തിനകത്ത് ഐസ് ക്യൂബ് പോയാൽ ഇതിങ്ങനെ ഒഴുകും തോറും ഐസ് ക്യൂബിനകത്ത് നിന്ന് ഐസ് പാളി അടർന്നുകൊണ്ടിരുന്നു. ആ സ്പാസ് എവിടെ? കപ്പലിൻ്റെ അടുത്തായപ്പോൾ ഇവൻ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഇവൻ റിമോട്ട് എടുത്ത് ഒറ്റ ഞക്ക്, സകല ഗ്രനേഡുകളും പൊട്ടി ജർമ്മനിയുടെ കപ്പൽപ്പട തകർന്നു. 1-ാം ലോകമഹായുദ്ധം. ഇറങ്ങി വന്നത് ദൈവത്തിൻ്റെ കരം, വചനത്തിൻ്റെ നിവർത്തി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അങ്ങനെ ഒരു പുസ്തകമായി ഇയ്യോബിൻ്റെ പുസ്തകം. അത് വല്ലവരും വായിക്കാറുണ്ടോ? സന്തോഷമില്ലല്ലോ. പെന്തിക്കോസുകാരത് വായിക്കാത്തതുകൊണ്ട് സിനിമാക്കാരൻ പേരുവിട്ട് ഇയ്യോബിൻ്റെ പുസ്തകം എന്താണെങ്കിലും വായിക്കട്ടെ എന്ന് മനസ്സിലാക്കുന്നവർക്കായി. പഴയ നിയമം വേണ്ടെന്ന് പറയുന്ന പല വില്ലന്മാർ നിലമ്പൂരുമുണ്ട്. ആരാമ്മാമ ഇയ്യോബ്. ഊസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. സന്തോഷമില്ലല്ലോ. ആടുപാട് പോയി, ഭാര്യ പോയി, 10 മക്കൾ പോയി. സാത്താനിടയ്ക്ക് ഗൾഫിൽ പോകുന്നവരൊന്ന് വിസിറ്റിനും പോയി. സന്തോഷമില്ലല്ലോ. ഉടനെ കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നല്ല സ്വർഗം ചോദിച്ചത്. നിലമ്പൂരിൽ കൂടെ ഹൈവേ വരുമോ എന്നല്ല ചോദിച്ചത്. പോത്തുകല്ലിൽ കൂടെ ഭൂകമ്പം വരുമോ എന്നല്ല ചോദിച്ചത്. എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരോട്, ദൈവമക്കളോട്, ഇവിടെ പേരുള്ള പലരും അവിടെ കാണത്തില്ല. സ്വോത്ര ഇന്ന് രാത്രി ഉറപ്പിച്ച് പറയാം. സ്റ്റേജിൽ പ്രസംഗിക്കുന്നവന് ലോകം മുഴുവൻ അറിയും. പാടുന്ന കുഞ്ഞുങ്ങളെ ലോകം മുഴുവൻ അറിയും. സഭാ നേതാക്കളെ പലരും അറിയും. രാഷ്ട്രീയ നേതാക്കളെ നാട്ടുകാരറിയും. എന്നാൽ ഇന്ന് രാത്രി വീട്ടിൽ കുന്നിനോട് എനിക്ക് പറയാനുണ്ട്, രാത്രിയുടെ യാമത്തിൽ മുട്ടുമടക്കി കരയുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കായി അമ്മാമ അച്ചായ ഇന്ന് രാത്രി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അപ്പൊ ഇയ്യോബിന് എന്തോ വന്നു? ശരീരമൊക്കെ വല്ലാതായി. മനസ്സിലാകുന്നവർക്കായി. ശരീരം വല്ലാതായ ഞങ്ങളുടെ ഗതി തന്നെ. അമ്മമാർ ഞങ്ങളെ തള്ളും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇയ്യോബിൻ്റെ കൂട്ടുകാർക്ക് എലീഫസിനും ബിന്ദാദിനും അൽഫഹാമും കുഴിമന്തി. ഇയ്യോബിന് കളിയിൽ ബിസ്ക്കറ്റും കട്ടൻ ചായയും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ആമ്പിളിപ്പയറെല്ലാം മറ്റ് കാശാക്കി. ഉടനെ പറഞ്ഞ എന്താണെന്നറിയോ? സൗരന്മാർ ഒരു പ്രസംഗം നിർത്താൻ. അപ്പം ഇയ്യോബ് പറഞ്ഞെന്താ? അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. സന്തോഷമില്ലല്ലോ. പ്രത്യാശയുടെ ഒരു വാക്ക് പറഞ്ഞ അമ്മാമേ, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. കരമുയരുന്നില്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ പ്രത്യാശ. മണ്ണിനകത്ത് ഞങ്ങളുടെ ദേഹം ക്ഷയിച്ചു പോയാൽ, ശക്തി കെട്ടുപോയാൽ, ഒടുവിലത്തെ കാകളത്തെങ്കിൽ ഉയർപ്പിൻ്റെ ധ്വനിയിൽ ഞങ്ങൾ ഉയർന്നു വരും. എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. അപ്പം മരണാനന്തര ജീവിതമുണ്ടോ? ആര് പറയുന്നു? ഇന്ന് പലരും പറയുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. സന്തോഷമില്ലല്ലോ. മനസ്സിലാക്കുന്നവർക്കായി നീ ബ്യൂട്ടിഫുൾ പാട്ട് വിടരുന്നത്. മരണാനന്തര ജീവിതത്തിൻ്റെ ഒരു വാക്ക് വേഗത്തിൽ പറയാൻ സമയമെങ്കിലെങ്കിലോ 3 ദിവസമേ ഉള്ളൂ. ബഥാനിയയിൽ നല്ലൊരു ഭവനമുണ്ടായിരുന്നു. ആ ഭവനമായിരുന്നു ലാസറിൻ്റെ ഭവനം. സന്തോഷമില്ലല്ലോ. അവിടെ 3 പേരുണ്ടായിരുന്നു. 1 മാർത്ത ചേച്ചി, 2 മറിയ സിസ്റ്റർ, 3 ലാസർ. മാർത്ത ചേച്ചിയുടെ ജോലി കട്ടൻ കാപ്പി, മറിയ ചേച്ചിയുടെ ജോലി ബൈബിളെല്ലാം നോട്ട് എഴുതുക, ലാസറിൻ്റെ ജോലി പരസ്യം പതിപ്പിക്കുക. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അവിടെയാണ് യേശു നല്ലൊരു ബൈബിൾ കോളേജ് നടത്തിയത്. കോവിഡിന് തൊട്ട് മുമ്പ് BTH എല്ലാം കഴിഞ്ഞ് ബിരുദവും കഴിഞ്ഞു പോയി. ലാസറിന് 1ാമത്തെ ഒരു കാര്യം വന്ന് എന്താ സംഭവം എന്നറിയാമോ? അവൻ്റെ കാലിൽ ഷുഗർ കൂടി അവൻ്റെ 2 വിരലെടുത്ത്. അങ്ങനെ ഇതപ്പോൾ മാത്യു പാസ് 2ാമത് അവനൊരു ബൈപ്പാസും വന്നു. മനസ്സിലാകുന്നവർക്കായി. അന്നേരം യേശുവിന് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് കൊടുക്കുക, ഇവിടെ വരണമെന്ന് മറുപടിയില്ല. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. 3ാമത് വീണ്ടും അവന് ക്യാൻസർ വന്നു. തലമുടിയെല്ലാം പൊഴിഞ്ഞു. ഇപ്പം ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പാലിയേറ്റീവില്ല. 6 മണിക്കൂർ ഇടവിട്ട് മോർബിൻ കൊടുക്കുമ്പോൾ ലാസർ ചോദിക്കുന്നത് എന്തുവാ?
പെരിന്തൽമണ്ണയിൽ നിന്ന് കുഞ്ഞമ്മാമ വന്നു എന്നല്ല, യേശു വന്നു എന്ന്. സന്തോഷമില്ലല്ലോ, മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. അപ്പോൾ സഹോദരിമാർ പറഞ്ഞു, മക്കളെ വാട്സപ്പ് അടിച്ചിട്ടുണ്ട്, യേശു വന്നില്ല. നിലമ്പൂരിലെ നാട്ടുകാർ പറഞ്ഞു, യേശു ഇവിടുന്ന് പുടുക്കൻ ചീനി തിന്ന് കട്ടൻ കാപ്പി കുടിച്ച് എന്തെല്ലാം തിന്നതാ വന്നില്ലെന്ന്. സ്വോത്രം. വരാതിരിക്കാനും കാര്യമുണ്ട്. എന്താ? 3 ദിവസം, 1-ാം ദിവസം യേശു വന്നില്ല, മെഡിക്കൽ സയൻസും അതുപോലെ യഹൂദരിലേക്ക്. 1-ാം ദിവസം യേശു വന്നില്ല, 2-ാം ദിവസം യേശു വന്നില്ല, 3-ാം ദിവസവും യേശു വന്നില്ല. എന്താ യഹൂദൻ്റെ പ്രത്യേകത? മനസ്സിലാക്കാവും പറയുന്നത്, ആത്മാവ് 3 ദിവസം കല്ലറയുടെ അവിടെ കറങ്ങുമെന്ന്. കട്ടകാലത്തിനങ്ങാണ് യേശു 2-ാം ദിവസം വന്ന് ലാസറെ എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ എഴുന്നേറ്റായി പള്ളി പ്രമാണിമാർ പറയും ഇപ്പോൾ ഊതി ഇറക്കിയതാന്ന്. സന്തോഷമില്ലല്ലോ, അതുകൊണ്ടാണ് യേശു വരാഞ്ഞത്. 3 ദിവസം കല്ലറയുടെ അവിടെ. നിലമ്പൂർ അപ്പച്ചൻ മരിച്ചിട്ട് ഷൈനിമോൾ ഇതുവരെ കല്ലറയുടെ അതിലൂടെ പോയിട്ടില്ല. മനസ്സിലാക്കുന്നവർക്കായി കല്ലറ അപ്പച്ചൻ ഇരിപ്പുണ്ടെന്ന്. കല്ലറ അപ്പച്ചനൊന്നും ഇരിപ്പിയല്ല. മനസ്സിലാക്കുന്നവർക്കായി ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകം: ദേഹം, ദേഹി, ആത്മാവ്. കേട്ടാട്ടെ, അങ്ങനെയെങ്കിൽ മരണാനന്തര ജീവിതം. ഒരു വാക്കൂടെ പറയാം, മനസ്സിലാകുന്നവരെ. ചിലർ വിചാരിക്കും കല്ലറയുടെ ചുറ്റും ആത്മാവ് കറങ്ങുന്നത്. അതൊക്കെ തെറ്റാ. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറയാം. ചില വീട്ടിൽ പപ്പ മരിച്ചു കാണും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന്, കുഞ്ഞുമോടെ കല്യാണത്തിന് പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിറങ്ങും. എല്ലാവർക്കും അനുഗ്രഹവും കൂടെ കൊടുക്കും. അനുഗ്രഹവും കൂടെ കൊടുത്ത് ഇറങ്ങുമ്പോഴുണ്ട് ഒരു തത്ത അവിടെ ഇരുന്ന് പാടുന്നു. സന്തോഷമില്ലല്ലോ. അപ്പോൾ ഉടനെ മമ്മി പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞോടെ കല്യാണം കാണാൻ പപ്പായ്ക്ക് നല്ല ആഗ്രഹമായിരുന്നു, അപ്പോൾ തത്തയുടെ രൂപത്തിൽ വന്ന് പാടുവാന്ന്. സന്തോഷമില്ലല്ലോ. അങ്ങനെ പറയുന്ന മലയാളിയുണ്ട്. മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ കുഞ്ഞോൻ നമ്മുടെ സാങ്കുട്ടിച്ച അവിടെ ഇരിപ്പുണ്ട്. TPM ഒരു അപ്പച്ചൻ ഒരിക്കൽ എന്നോടൊരു കഥ പറഞ്ഞത്, പെന്തിക്കോസുകാർ കേട്ടാട്ടെ. അപ്പോൾ അപ്പച്ചൻ ഒരു വീട്ടിലുണ്ടല്ലോ, ഒരു പെങ്കൊച്ചിനെ പ്രാർത്ഥിക്കാൻ പോയി രാവിലെ. അപ്പം പിന്നെ പെങ്കൊച്ചിന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. എല്ലാവരും ഒക്കെ തലയിലൊക്കെ കൈവച്ചപ്പോൾ ഈ പെങ്കൊച്ച് മാത്യു പാസ്റ്റർ 80 വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ സംസാരം അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ഉടനെ മമ്മി പറയാന്ന്, വല്യമ്മച്ചയ്ക്ക് ജോസ്മിയുടെ കല്യാണം കാണാൻ വലിയ ആഗ്രഹമായിരുന്നു, ഇപ്പോൾ ശരീരത്ത് വന്നെന്ന്. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. ബാക്കി കേട്ടാട്ടെ. TPM അപ്പച്ചൻ പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാകുമെന്ന്. മനസ്സിലാകുന്നവർക്കായി. അപ്പച്ചൻ കൈവച്ച ഒറ്റ പ്രാർത്ഥന, ദിം തരികിടതോ, ഒരു ഗ്ലാസ് വെള്ളവും പെങ്കൊച്ച് എഴുന്നേറ്റ്. സ്വോത്രം. അപ്പോൾ അപ്പച്ചനോട് ആൾക്കാർ ചോദിച്ചത് എന്തുവാ? അപ്പം പറഞ്ഞു, വല്യമ്മച്ചയുടെ കൂടെ കറങ്ങിയ പിശാചുണ്ട്, അതാ കയറിയെന്ന്. സ്വോത്രം. അല്ലാതെ കല്ലറ കിടന്ന് അമ്മച്ചിയല്ല വരുന്നത്, കാക്ക പാടത്തുമില്ല. മരണത്തിന് ശേഷം 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, നീ നിത്യ വീട്ടിൽ കയറാം, അല്ലെ രക്ഷ പ്രാപിച്ചില്ല നിത്യ നരകത്തിലും ചെല്ലാം. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ മരണാനന്തര ജീവിതമുണ്ടോ? മരിച്ചവർ ഉയർക്കുമോ? ഇന്ന് രാത്രി എന്താ? 4-ാം ദിവസം യേശു വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ദ മെഡിസിൻ അഥവാ മെഡിക്കൽ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനവധി പേർ, നേഴ്സസ്, ഡോക്ടേഴ്സ്, ദിസ് വൈസ്. 1-ാം ദിവസം മെഡിക്കൽ ഹിസ്റ്ററി, ശരീരത്തിനകത്ത് നീര് വെക്കും. 2-ാം ദിവസം ബ്ലഡ് ക്ലോട്ട് ആവും. 3-ാം ദിവസം ഞരമ്പുകൾ ഊർന്നു വരാൻ തുടങ്ങും. 4-ാം ദിവസം നാറ്റം വെക്കും. കരമുയരുന്നില്ലല്ലോ. ഇതാണ് 2ാമത്തെ ഭാഗം. യേശു 4-ാം ദിവസം വന്നു. ലാസറിന്റെ വീട്ടിൽ വന്നപ്പോൾ സഹോദരിമാർ പറഞ്ഞു, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരണം സംഭവിക്കത്തില്ല. ബാക്കി നിങ്ങൾ കേൾക്കണം. അപ്പം മാർത്തയും മറിയയും നിലവിളിച്ചു. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അവനെ അടക്കിയ കല്ലറ എവിടെ? ബൈബിൾ കോഡ് 11:43 യേശുവിനെ കല്ലറയുടെ അടുത്ത് കൊണ്ടുപോയി. ഒറ്റ വിളി വിളിച്ചു. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാഥൻ. ലാസറേ, ലാസറേ, പുറത്തു വരിക. പാടാ പാടാ അവൻ പുറത്തു വന്നു. ഉടനെ പെരിന്തൽമണ്ണ MES കൊണ്ടുപോയോ? സന്തോഷമില്ലല്ലോ. കോഴിക്കോട് ബേബി മെമ്മോറിയൽ കൊണ്ടുപോയോ? കരം ഉയരുന്നില്ലല്ലോ കുഞ്ഞമ്മാമ. സ്വോത്ര. ഇതാ മനസ്സിലാക്കേണ്ട. 108 ആംബുലൻസ് കയറ്റിയോ? കയറ്റിയില്ല. യോഹന്നാൻ 12:2 യേശുവിനോട് കൂടെ ഒരു പന്തി, അതിൽ മരിച്ചുയർത്തെഴുന്നേറ്റ ലാസർ. എത്ര പേർക്ക് മരണാനന്തര ജീവിതം? ഇന്ന് രാത്രി നിലമ്പൂരിൽ പറയണം, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ വിതയ്ക്കും ശക്തിയിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കും തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറും ആത്മീയ ശരീരമായി രൂപാന്തരപ്പെട്ട് കരമുയർത്തുന്നവർക്ക് നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ, യെസ് ലോർഡ്, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. ശ്രദ്ധയോടെ കേൾക്കണം. ഈ പിന്നെ ജർമ്മനിയുടെ കപ്പൽപ്പട തകർന്നു പോയി. ഇദ്ദേഹത്തെ വിളിച്ചു. എന്താ? കൊട്ടാരത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, നീ യഹൂദനായി യുദ്ധം വിജയിപ്പിച്ച് അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം വേണ്ടേ? അന്ന് ഇവിടെ മാർത്തോമാക്കാരുണ്ട്. നിലമ്പൂർ മാർത്തോമാക്കാർക്ക് വേണ്ടി 1910, എല്ലാവരും കേട്ടാട്ടെ, മാരാമൺ കൺവെൻഷൻ, ഒരു ഇംഗ്ലീഷ് മിഷണറി വന്നിട്ട് മാരാമൺ മണപ്പുറത്ത് വെച്ച് പ്രസംഗിച്ചു. 1910 പറഞ്ഞു, യഹൂദൻ മടങ്ങി വരും. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ T. വാക്കർ. അദ്ദേഹം പ്രസംഗിച്ച വാക്യം എസക്കേൽ പ്രവചനം. പെന്തിക്കോസ്തുകാരനല്ല പ്രസംഗിച്ചത്, മാർത്തോമയുടെ മാരാമൺ കൺവെൻഷനകത്ത് 1910 മാരാമണിൽ ജോൺ T. വാക്കർ പ്രസംഗിച്ചു. ഈ യഹൂദൻ എത്ര അടി കൊണ്ടാലും മടങ്ങി വരും. വായിക്കാം. എസക്കേൽ പ്രവചനം 11:17. വായിച്ചാട്ടെ. മാരാമൺ
ആകയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. കരമുയർത്തുന്നവർക്കായി. ഇതാ മാരാമണിൽ ജോൺ ടി വാക്കർ പ്രസംഗിച്ചത്. അതിനാസ്പദമായി അത്തിച്ചെടി കുടിച്ചു വെക്കുന്ന എല്ലാവരും കേട്ടാട്ടെ. ഈ കൊട്ടാരത്തിനകത്ത് വൈകിട്ട് ആർതർ ബാൽഫോർഡ്, ഡേവിഡ് അലൻബി, അതോടൊപ്പം ഇവർ എന്താ ബ്രിട്ടന്റെ ഡേവിഡ് ലോവൻ ജോർജ് ചെകൂതനോട് ചോദിച്ചു, നിനക്ക് എന്തോ വേണം? നീ ഒറ്റ ഒരു കുഞ്ഞാ ഞങ്ങളെ ജയിപ്പിച്ചത്. ഞങ്ങളായിരുന്നേ പറഞ്ഞാൽ 18 ലക്ഷം രൂപയുടെ ഇന്നോവ വേണമെന്ന്. ഇപ്പം തന്നെ മൈലേജ് കുറവാണ്. സന്തോഷമില്ലല്ലോ. അതല്ല പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് പറയും, സാറേ ഞങ്ങൾ ലോകരാജ്യങ്ങൾ ചെതറിക്കിടക്കുക, ഞങ്ങൾക്കൊന്ന് മടങ്ങി വരണം. രാജ്യം കിട്ടിയില്ല. 1917 പഠിക്കുന്ന മക്കൾ PSCക്ക് വരും. 1917 നവംബർ 1 രാത്രി 11 ഒരു വെടി പോലും വെക്കാതെ ഒരു പ്രഖ്യാപനം. ആർതർ ബാൽഫോർഡിൻ്റെത്. യഹൂദന് മടങ്ങി വരാം, കരമുയർത്തുന്നവർക്കായി നിന്റെ വരവ് ലോകത്തിന്റെ അവസാനം. രാജ്യം കിട്ടിയില്ല, അത്തിച്ചെടി കുഴിച്ചു വെക്കുന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിന്റെ അവസാനം അടയാളം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പേ. രാജ്യം കിട്ടിയില്ല, ചെടി കുഴിച്ചു വെക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവ് മുന്നോട്ടുള്ള കാലത്ത് വരുമ്പോൾ വലിയൊരു സംഭവം സംഭവിച്ചു. എന്താ സംഭവം എന്നറിയാമോ? 1939 മുതൽ 45 രണ്ടാം ലോകമഹായുദ്ധം. ഇവിടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ബൈബിളിലേക്ക് വരും. 39 മുതൽ 45 വരെ രണ്ടാം ലോകമഹായുദ്ധം. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രത്യേകത, അന്ന് വൻ ശക്തികൾ. 1 അമേരിക്കയുടെ പ്രസിഡന്റ് പേര് ഹാരി എസ് ട്രൂമാൻ. 2 ജപ്പാൻ. ഇവരിങ്ങനെ ലോകമഹായുദ്ധത്തിൽ ഏർപ്പെട്ടു. അന്ന് അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റി, എല്ലാവരും കേട്ടോട്ടെ. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഒരുവൻ ആറ്റം വിഭജിക്കാൻ പോവുക. അവൻ്റെ പേര് ഹെൻറിക്കോ ഫെർമി. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഒരാറ്റത്തിൻ്റെ 3 ഘടകം: 1 പ്രോട്ടോൺ, 2 ന്യൂട്രോൺ, 3 ഇലക്ട്രോൺ. പല ദിവസങ്ങളായി 40 ശാസ്ത്രജ്ഞന്മാർ പകലും 40 ശാസ്ത്രജ്ഞന്മാർ രാത്രിയിലും പരീക്ഷ നടത്തുക. ആറ്റം വിഭജിക്കാൻ കാതോഡിക് റേസ് കൊടുത്തിട്ട് നടക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ പേര് ഹാരി എസ് ട്രൂമാൻ. അദ്ദേഹം വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, സഹോദര, അമേരിക്ക തകരാൻ ഇടവരരുത്, താങ്കൾ എന്തെങ്കിലും ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കത്തി അദ്ദേഹം പ്രകാശത്തിലേക്ക് വന്നു. എവിടെ? 1ാം ലോകമഹായുദ്ധത്തിൻ്റെ ചരിത്രം അദ്ദേഹം വായിച്ചു. അദ്ദേഹം വായിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാമോ? 1ാം ലോകമഹായുദ്ധത്തിൽ ഗ്രനേഡിനെ സമുദ്രത്തിലെത്തിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. കുഞ്ഞുങ്ങൾ കേട്ടാട്ടെ. ഇവൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. ആ നിരീശ്വരവാദിയായി ഇവൻ ഒരു കാര്യം ചെയ്തു. വീട്ടിൽ ചെന്ന് വചനമെടുക്കുവാനിടയായി. കരമുയർത്തുന്നവർക്കായി. സന്തോഷമില്ലല്ലോ നിലമ്പൂരുകാർക്ക്? പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ ആരും സഹായമില്ലാതിരിക്കുമ്പോൾ ഒരുപക്ഷെ നീ കുഴഞ്ഞ് താഴേക്ക് പോകുമ്പോൾ തിരുവചനമെടുത്ത് കരങ്ങളിൽ പിടിക്കുമെങ്കിൽ നിനക്കൊരു മടങ്ങി വരവുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദ വേർഡ് ഓഫ് ദ ഗാഡ് ഈസ് ചേഞ്ച് യുവർ ലൈഫ്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകും? സ്വർഗ്ഗം അവൻ്റെ കണ്ണുകൾ തുറക്കുവാനിടയായി. എന്താ അവൻ്റെ കണ്ണുകൾ തുറന്നു? പത്രോസിന്റെ ലേഖനത്തിലേക്ക് അവനെ കൊണ്ടുപോയി. എന്താ? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗന്നസരേത്ത് തടാകത്തിൻ്റെ അവിടെ ഒരുവനുണ്ടായിരുന്നു പത്രോസ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അങ്ങനെ പത്രോസ് എന്തായത്? മനുഷ്യനെ പിടിക്കുന്നവനാക്കി. അന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ആറ്റം വിഭജിക്കുവാനുള്ള ടെക്നോളജി അവന് ലഭിക്കുന്നത്. ബൈബിളിലേക്ക് കടന്നു വരാം. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ആറ്റം പൊട്ടുമോ? 2 പത്രോസ് 2 Peter chapter 3 verse 10. കർത്താവിന്റെ ദിവസമോ? എല്ലാവരും ഇത് കേട്ടെ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുന്നത്. അടുത്തത്, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അടുത്ത വാക്ക്, മൂലപദാർത്ഥങ്ങൾ കത്തി അഴികയും. മോൾ അവിടെ വെച്ചാട്ടെ. മൂലപദാർത്ഥം, ഒരു പദാർത്ഥത്തിന്റെ 3 ഘടക. അതിന്റെ പേരാ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, എലമെന്റ്. ദാ കിടക്കുന്ന 3 ഘടകം. മൂലപദാർത്ഥം കത്തും, അതോടെ ഭൂമിയും അതിലുള്ള പണികളും മതി. മക്കളെ, ഇത് കേട്ടപ്പോ അവന് പിടികിട്ടി ആറ്റം പൊട്ടിക്കാൻ പറ്റുമെന്ന്. എല്ലാ കുഞ്ഞുങ്ങളും കേട്ടാട്ടെ. 1945 സംഭവം നടക്കുന്നത്. ഇവൻ എന്ത് ചെയ്തു? രാത്രിയിൽ എല്ലാവരെയും വിളിച്ചു. ശാസ്ത്രജ്ഞന്മാരെ, നമുക്ക് നേരെ ചിക്കാഗോ യൂണിവേഴ്സിറ്റി പോകാന്ന്. ശാസ്ത്രജ്ഞന്മാർ 80 പേര് ആറ്റത്തെ വിഭജിക്കുന്നവരുടെ മുൻപിലേക്ക് അവനൊരു ഫോർമുല വെച്ചു. പ്രോട്ടോൺ, ന്യൂട്രോൺ ഓൺ സൈഡ്, ഇലക്ട്രോണിനെ മാറ്റിയിട്ട് ഇലക്ട്രിക് സപ്ലൈ കൊടുക്കാം. എല്ലാവരും കേട്ടാട്ടെ. ആ ഇലക്ട്രിക് സപ്ലൈ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ചിക്കാഗോ യൂണിവേഴ്സിറ്റി പൊട്ടിത്തെറിച്ചു. 40 പേർ മരിക്കാനിടയായി. കോട്ടിനകത്ത് തീയുമായിട്ട് ആരിറങ്ങി വന്നെന്നറിയാമോ? ഹെൻറിക്കോ ഫെർമി ഇറങ്ങിയിട്ട് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ശാസ്ത്രം തോറ്റു, ബൈബിൾ ജയിച്ചു, ഞങ്ങൾ ആറ്റം പൊട്ടിച്ചു. കരമുയർത്തുന്നവർക്കായി ഇതാ ബൈബിളിന്റെ പ്രവചനങ്ങൾ. ആരാ? പത്രോസ്. നിലമ്പൂരിലെ പെന്തിക്കോസുകാരെല്ലാം കേട്ടാട്ടെ. ഒരു സുപ്രഭാതത്തിൽ ഗന്നസരേത്ത് തടാകത്തിന്റെ അവിടെ ആര് പോയെന്ന്
എന്നറിയാമോ? എൻ്റെ നാഥൻ പോയി. കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും വലയ്ക്കകത്തൊന്നും കയറിയില്ല. അപ്പം പത്രോസും അന്ത്രയോസും വല കഴുകിക്കൊണ്ടിരിക്കുക. നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ തോമാച്ചാനോ അവറാച്ചാനോ മീൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കൊച്ചുപീടി അടിച്ചുകൊണ്ടിരിക്കും. സന്തോഷമില്ലല്ലോ, മൊബൈൽ ഞെക്കിക്കൊണ്ടിരിക്കുക. അവൻ്റെ വലയിൽ കയറിയില്ല. ഏതെങ്കിലും കർത്താവിന് പിടികിട്ടി. മീൻ കിട്ടിയില്ലെങ്കിൽ അവന് ദാഹമുണ്ട്. കൂടല്ലൂർ സഭ പണിഞ്ഞ 4 എണ്ണത്തിന് കിട്ടുമെന്ന്. അപ്പം അവിടെ ചെന്നിട്ട് ആദ്യം കർത്താവ് എന്താ പറഞ്ഞത്? സഹോദരന്മാരെ പടകൊന്ന് തരണമെന്ന്. പത്രോസും അന്ത്രോസും പറഞ്ഞു തരാമെന്ന്. അപ്പം കടക്കര നിൽക്കുന്ന കൊച്ചുപീടി MDMA അടിക്കുന്നവരാ. അതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞു? ഇച്ചിരി ഒന്ന് നീക്കാൻ പറഞ്ഞു. ഇച്ചിരി ഒന്ന് നീക്കിയപ്പോൾ എന്താ? സുന്ദരമായൊരു കവലപ്രസംഗം കർത്താവ് നടത്തി. പത്രോസ് മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യൻ. ഞങ്ങളാന്നേ പറഞ്ഞു, ഞാൻ അടുത്ത വർഷം കുമ്പനാട് കൺവെൻഷന് കാണാം. കരമുയരുന്നില്ലല്ലോ മനസ്സിലാക്കുന്നവർക്കായി. അതല്ല ഞങ്ങളുടെ കർത്താവ്. പാപിയായ മനുഷ്യൻ്റെ അടുത്ത് ചോദിച്ചു, നിന്റെ ഇന്നത്തെ പ്രശ്നം എന്താ? പത്രോസ് പറഞ്ഞു, നാഥാ, കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും എൻ്റെ പടകിനകത്തൊന്നും കിട്ടിയില്ല. പത്രോസിന് പിടികിട്ടി. എന്താ പറഞ്ഞത്? നാഥൻ പറഞ്ഞു, ആഴത്തിലേക്ക് നീ വലയിറക്കുക. നമ്മുടെ കോഴിക്കോട് പത്രോസുമാരാന്നേ പറയും, കർത്താവ് പോയാട്ട് കടലിൽ ജനിച്ചവനാ, ഞാൻ മുക്കുവശാസ്ത്രം അറിയുന്നവനാ, ചാള എവിടെ അയില എവിടെ. പക്ഷെ ഞങ്ങളുടെ പത്രോസിന് വചനം കേട്ടപ്പോൾ ഒരു കാര്യം പിടികിട്ടി. യവൻ സാധാരണ റബ്ബിയല്ല. കരമുയർത്തുന്നവർക്കായി അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ച ദൈവം, കോപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം. അവന് കാര്യം പിടികിട്ടി. അവൻ ആഴത്തിലേക്ക് നീക്കി വലയിറക്കി. അവൻ്റെ വലയ്ക്കകത്ത് ഒരു പെരുത്ത മീൻ കൂട്ടം കിട്ടി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കമോ യേശുവിൻ്റെ നാമത്തിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി നിന്റെ ശൂന്യതകളെ മാറ്റുവാൻ കരമുയർത്തുന്നവർക്കായി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. സ്വതന്ത്രം തമിഴ്നാട്ടിന് ആ പേശുക മാതിരി എന്താ യോഗം മുടിവാച്ച് കരമുയർത്തി കർത്തരെ ഏമാത്തി കാണിച്ചിട്ടൊന്നും രക്ഷയില്ല. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്ക് കൈ ഉയർത്തിയാലൊന്നും രക്ഷയില്ല. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ 5 കാര്യം. 1, പടക് കർത്താവിന് വിട്ടുകൊടുക്കണം. 2, നീ വചനം കേൾക്കണം, കരം ഉയരത്തില്ല. 3, മുട്ടുമടക്കണം. 4, കാന്തൻ്റെ കയ്യിൽ നിന്റെ പ്രശ്നം കൊടുക്കണം. 5, നിന്റെ പടകിനെ നിറയ്ക്കാൻ കരുത്തുറ്റവനാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ആ സ്റ്റേജിനകത്ത് ഞങ്ങൾ ചങ്കൂറ്റത്തോടെ പറയും, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പത്രോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും കേൾക്കണം. ഇതല്ലയോ മാത്യു പാശു വഴിയിൽ നിന്ന് പാടത്തിൽ, ചൂള പോലെ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. പെന്തിക്കോസുകാരൂടെ കേട്ടാട്ടെ. നമ്മുടെ സഖാവ് EMS ഒരിക്കൽ എവിടുന്നാണെന്നറിയാമോ? നമ്മുടെ ശംഖുമുഖ എയർപോർട്ടിൽ നിന്ന് ന്യൂഡൽഹിക്ക് പോയി. CPMൻ്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക്. അദ്ദേഹത്തിന് കൂടെ ഒരു പാസ്റ്റ് കൂടിരുന്നു. എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ടെ. അപ്പം പാസ്റ്റ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. എയർ ഹോസ്റ്റസ് അങ്ങാണ്ട് വന്ന് ചായ കൊടുത്തിട്ടും മേടിക്കുന്നില്ല. ഇദ്ദേഹം രേഖ തയ്യാറായിക്കൊണ്ടിരിക്കുക. 1 മണിക്കൂറായപ്പോൾ EMSനോട് സംശയം, ഇയാൾ എന്തുവാ ചെയ്യുന്നത്? EMS പാസ്റ്ററോട് ചോദിച്ച്, താങ്കൾ എന്തുവാ വായിക്കുന്നതെന്ന്. അപ്പം ഈ പാസ്റ്റർ പറഞ്ഞു, ബൈബിളാണ് വായിക്കുന്നതെന്ന്. ഉടനെ EMS ചോദിച്ചു, എന്താ എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ചൂള പോലെ കത്തുന്ന ദിവസം വരാറായെന്ന്. അപ്പോൾ EMS ചോദിച്ചു, ഇത് എത്ര പേരോട് പറഞ്ഞെന്ന്. സന്തോഷമില്ലല്ലോ? ഇത്ര അറിഞ്ഞിട്ട് നമ്മൾ എത്ര പേരൂടെ പറഞ്ഞെന്ന്. സന്തോഷമില്ലല്ലോ? ബാക്കിയൂടെ കേട്ടാട്ട്. 2, ചിന്താവാരിക. എല്ലാവരും കേട്ടാട്ട്. ഇതൊക്കെ കേൾക്കണം അച്ഛന്മാരെ, കൺവെൻഷനൊക്കെ വരണം. ചിന്താവാരിക. അതിനകത്ത് EMS ഒരു ലേഖനം എഴുതിയായിരുന്നു. 4000 പേര്. എന്താ സംഭവം? നമ്മുടെ ആൾക്കാർ കൂടുമ്പോൾ ഭയങ്കര ആവേശമാണ്. കരു ഉയരുന്നില്ലല്ലോ. സഖാക്കന്മാർ 4000 പേര്. EMS എഴുതിയേക്കോ, ഈ കൂട്ടർ 5 പേര് കവലെ കൂടിയ ഭയങ്കര ആവേശമാണ്. സന്തോഷമില്ലല്ലോ? മനസ്സിലാക്കുന്നവർക്കായി. ബാക്കിയൂടെ നിലമ്പൂരുകാർ കേട്ടിട്ട്. EMS പറഞ്ഞ, യേശു ജീവിച്ചിരുന്നോ, ക്രിസ്തു ജീവിച്ചോ മരിച്ചോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവർ 5 പേര് ഏത് കവലെ കൂടിയാലും നമ്മുടെ 5000 പേരെക്കാളും ഒരു ആവേശം. നിലമ്പൂരിലെ തോമാച്ചായ ഈ ആവേശത്തിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്. അതിൻ്റെ പേര് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിലേക്ക് മനസ്സിലാക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോൾ 1945 പെന്തിക്കോസുകാർ, IPCക്കാർ, കരമൊന്നും ഉയർത്തണ്ട, IPCയുടെ തിരുവല്ല വാരിക്കാട്ടൊരു കൺവെൻഷൻ നടക്കുക. അന്ന് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ പാസ്റ്റർ KE എബ്രഹാം അദ്ദേഹം തിരുവല്ല വാരിക്കാട്ട് പ്രസംഗിക്കുക, ഇസ്രയേൽ ജനം ഈ യുദ്ധത്തിൽ മടങ്ങി വരും. അന്ന് മലയാള മനോരമ പേപ്പറുണ്ട്. എല്ലാവരും കേട്ടാട്ട്. പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വന്നു. നമ്മൾ പറഞ്ഞാൽ നമ്മൾ വെറുതെ വിടുവോ? പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വന്നു, ജപ്പാൻ മുന്നേറുന്നു. സ്വോത്രം. രാവിലെ എല്ലാവരും കൂടെ ജീപ്പ് പിടിച്ച് കുമ്പനാട്ടി എന്നിട്ട് ഈ അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞ മൊത്തവും തെറ്റാ. ജപ്പാൻ മുന്നേറുന്നത് അമേരിക്ക തകരുമെന്ന്. പുള്ളി പറഞ്ഞടാ കുഞ്ഞ്, ഇന്നലെ രാത്രി നീ ബൈബിൾ കേട്ടില്ലേ? ഞാൻ എസെക്കേൽ പ്രവചനമാണ് പ്രസംഗിച്ചത്. താഴ്വരയിൽ കാറ്റടിക്കുമ്പോൾ അസ്ഥികൾ എഴുന്നേറ്റ് വരും. കരമുയർത്തുന്നവർക്കായി. അത്
എവിടെ IPC-കാരുടെ കൈ പോലും ഉയരുന്നില്ല. സന്തോഷമില്ലല്ലോ. ഇതൊക്കെ വായിക്കാൻ എവിടാ നേരം മനസ്സിലാക്കുന്നവർക്കായി. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ സുവനീറിനകത്ത് എഴുതിയിട്ടുണ്ട്, രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ പാസ്റ്റർ KE എബ്രഹാം സാർ തിരുവല്ല വാരിക്കാട്ട് കരമുയർത്തി പറഞ്ഞു, ഈ യുദ്ധത്തിൽ ഇസ്രായേൽ മടങ്ങി വരാം. വായിക്കാം, ബൈബിളിലുണ്ടോ അദ്ദേഹം പ്രസംഗിച്ചത്. IPC-കാർ പ്രത്യേകിച്ചൊന്ന് കുറിച്ചാട്ടെ നിങ്ങൾക്ക് വേണ്ടി. എസെക്കിയേൽ പ്രവചനം അതിൻ്റെ 37-ാം അധ്യായം മോള് വായിക്കാം. 9, 10, 12 വാക്യങ്ങൾ. എസെക്കിയേൽ 37, 9, 10. പാസ്റ്റർ KE എബ്രഹാം ഇത്രയും നല്ല ഭക്തന്മാരാ പ്രസാദത്തിലുണ്ടായിരുന്നു. വായിച്ചാട്ടെ. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞങ്ങളല്ല, ഇതാ പാസ്റ്റർ KE എബ്രഹാം പറഞ്ഞ ഇസ്രായേൽ മടങ്ങി വരുമെന്ന്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന്, ഈ ചിതറിപ്പോയ അസ്ഥികൾ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ഇസ്രായേൽ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. കരമുയർത്തുന്നവർക്കായി ഇതാ പാസ്റ്റർ KE എബ്രഹാം കുമ്പനാട് കൺവെൻഷനകത്ത് പ്രസംഗിച്ചത്. ഇസ്രായേൽ ജനം മടങ്ങി വരും, അവരൊരു സൈന്യമായി ഉയരും. അത്തി തളർത്തു, കൊമ്പിളതായി വേനലെടുത്തു. യഹൂദനെ ശവക്കുഴിയിൽ നിന്ന് കൊണ്ടുവരും. അച്ഛൻ നോർത്ത് സെന്റർ സൗത്ത് സെന്റർ കൺവെൻഷൻ കേൾക്കാൻ പറ്റത്തില്ല. ഇതാ പാസ്റ്റർ KE എബ്രഹാം പറഞ്ഞത്. വായിക്കാം 12-ാമത്തെ വാക്യം. ഞാൻ അവരുടെ ശവക്കുഴി തുറന്ന്. വായിച്ചാട്ട് മോളെ. അതുകൊണ്ട് നീ പ്രവചിക്കുക. അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. കരമുയർത്തുന്നവർക്കായി നിന്റെ വരവും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. പെന്തിക്കോസുകാരും IPC-കാരും കേട്ടാട്ട് പാസ്റ്റർ KE എബ്രഹാം അന്നത്തെ യുദ്ധം നടക്കുമ്പോൾ പറയുന്ന പോസ്റ്റ് ഇടാൻ നമുക്ക് എളുപ്പം, പ്രസംഗിക്കാൻ പാടാ മനസ്സിലാക്കുന്നവർക്കായി. അപ്പച്ചൻ പറയും നിങ്ങളുടെ പണിക്ക് പോകും. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ മടങ്ങി വരും. ബാക്കിയൂടെ കേട്ടാട്ട് മക്കളെ. 1945 അന്നത്തെ ഒരു സംഭവം കൂടെ പറഞ്ഞുതരാം. അവസാന രാത്രി ഇത് പറയുമ്പോഴാണ്. 1945 ഓഗസ്റ്റ് 6, 8 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എനാഗുള ബോസ്കാർ 2 വിമാനം. എന്താ സംഭവിച്ചതെന്നറിയാമോ? എവിടെ? ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും കയറി. എന്താ? ആകാശത്ത് നിന്ന് മഴവില്ല് പോലെ ബോംബുകൾ, ലിറ്റിൽ ബോയ് പ്ലൂട്ടോണിയോ. 1.5 ലക്ഷം പേർ മരിച്ചു വീണു. ജപ്പാൻ കൊടി താഴ്ത്തി. എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ടെ. ഇവിടെ ഒരു നിർണായക സംഭവം ഉണ്ട്. അവസാന രാത്രി പറയാം. അതിലൊരു വിമാനം ബോംബിട്ടപ്പോൾ, എല്ലാവരും കേട്ടാട്ടെ, ഒരു വിമാനം ബോംബിട്ടപ്പോൾ ഒരു പാലത്തിലാണ് വീണത്, നാഗസാക്കിയിൽ. ആ പാലത്തിനകത്തിരുന്ന സകലരും താഴെ വീണുപോയി. മേളിലുള്ളവർക്ക് കുഴപ്പമില്ല ചായ. അവരൊരു കാര്യം ചെയ്തു. താഴെ വീണവനെ പിടിക്കാൻ വടത്തിനകത്ത് താഴോട്ടിറങ്ങി. കേട്ടാട്ട് വടത്തിനകത്ത് താഴെ ഇറങ്ങി റേഡിയേഷൻ ഏറ്റവരെ പിടിച്ചപ്പോൾ പിടിച്ചവനെ റേഡിയേഷൻ ഏറ്റു. കരമുയർത്തുന്നവർക്കായി ഇനി സംഭവിക്കാൻ പോകുന്നത് ആറ്റമിക് റേഡിയേഷൻ. ഇതാ ഹിരോഷിമയിലും നാഗസാക്കിയിലും അവസാന രാത്രി ഇത് പറയുമ്പോൾ അറിയാം. അതുകൊണ്ട് ഇവിടെ നിൽക്കണോ പോണോ തീരുമാനിച്ചോളോ. എന്താ സംഭവിച്ചത്? ഹെൻറിക്കോ ഫെർമിയുടെ കൂട്ടത്തിലുള്ളവരല്ല യഹൂദന്മാർ. അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് പേരാണ് ഹാരി എസ് ട്രൂമാൻ. അദ്ദേഹം അവരെ കൊട്ടാരത്തിൽ വിളിച്ചു. അവരോട് പറഞ്ഞു, യഹൂദ ശാസ്ത്രജ്ഞന്മാരോട് ഒരു നിരയാണ് അമേരിക്കയെ രക്ഷിച്ചത്. എന്ത് വേണം? ഞങ്ങൾ പറഞ്ഞാൽ PC നാക്കിൽ വിസ വേണം. അത് കഴിഞ്ഞിട്ട് എവിടാ? നിലമ്പൂരി നമ്മുടെ കരളായി 10 ഏക്കർ തോട്ടം വേണമെന്ന്. സ്വോത്രം. യഹൂദൻ അതൊന്നും പറഞ്ഞല്ല. സാറേ, ഞങ്ങൾക്ക് ഇതുവരെ പാസ്പോർട്ടായില്ല, കോളനിയായി, ഒന്നും മടങ്ങി വരണം. ഇന്ന് രാത്രി അപ്പോൾ ചോദിച്ചു, എവിടെ വേണം? അമേരിക്ക വേണോ? വേണ്ട. കാനഡ വേണോ? വേണ്ട. ബ്രിട്ടൻ വേണോ? വേണ്ട. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ വേണോ? വേണ്ട. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാം കാൽ കുത്തിയ സ്ഥലം ഞങ്ങൾക്ക് തരണം. കരമുയർത്തുന്നവർക്കായി 1948 ഏപ്രിൽ 14 പെസഹ വ്യാഴം. 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയോൻ കൊടി ഉയർത്തി യേശുവിന്റെ ജനനത്തിങ്കലുള്ള പതാകയെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. അത്തി തളർത്തു. കരമുയർത്തുന്നവർക്കായി നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിന് അടയാളം. യേശു അപ്പച്ച ഉത്തരം പറഞ്ഞു, ആത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിളതാ ഇല തളർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനെടുക്ക വാതിൽക്കൽ. ഇന്ന് രാത്രി ദൈവമക്കളെ 22,700 കിലോമീറ്റർ ഇസ്രായേൽ, അതിന്റെ നടുവിൽ ഒരു 670
1,221 കിലോമീറ്റർ. ജെറുസലേം 6 ജില്ലകൾ അതിനകത്ത്, ടെലവീവ്, ജെറുസലേം, ആഷ്കലോൻ, ആഷ്തോദ്, അതിനോട് ചേർന്ന് വരുന്ന യാഫ, ഡിമോണ, അപ്പുറത്ത് കടലിനോട് ചേർന്ന് 6750 പലസ്തീൻ അതിനകത്ത് കിടക്കുന്നു. 4 ജില്ലകൾ, 1 റമല്ല, 2 വെസ്റ്റ് ബാങ്ക്, 3 ഗലീല, 4 നസറത്ത്. ഇപ്പുറത്ത് വീണ്ടും മെഡിറ്ററേനിയൻ ദ്വീപ് കിടക്കുന്നത് ഗാസ, 321 കിലോമീറ്റർ, 4 ജില്ലകൾ. അതിലൊന്ന് ഏറ്റവും നിർണായകമായ കാന്യൂനിസ്, അതിനോട് എക്രോൻ, അത് കഴിഞ്ഞ സഹർ, റാവ. ഒരു വെടി പോലും വെക്കാതെ 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളർത്തു. ഇന്ന് രാത്രി കാസ്റ്റിംഗ് ഓഫ് ഇസ്രായേൽ, ആദറൈസേഷൻ ഓഫ് ഇസ്രായേൽ. എന്താ പൗലോസ് പറഞ്ഞത്? അവരുടെ ഭ്രംശം കരമുയരുന്നില്ല. ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ, അവരെ ലോകം അംഗീകരിച്ചെങ്കിൽ, ഈ തലമുറയിൽ മരിച്ചവർ ഉയർക്കാറായി. എത്ര ക്ലിയറാ? മനുഷ്യൻ്റെ ആയുസ് എത്ര അമ്മാമേ? സന്തോഷമില്ലല്ലോ, ആരും മിണ്ടുന്നില്ലല്ലോ, പകുതി ശ്വാസം പോയല്ലോ. സ്വത്രം. മനുഷ്യൻ്റെ ആയുസ് എത്ര? യോ വരാം അകരമുണ്ട്. മരണം കാണുമ്പോൾ മോശ എന്തോ എഴുതി, എന്താ ഞങ്ങളുടെ ആയുഷ്കാലം 70. മിണ്ടുന്നില്ല, ബാക്കി ശവപ്പെട്ടി വേണമെന്നോ? സ്വത്രം. അത് ചർച്ചിൻ്റെ മുമ്പിൽ വെച്ചാൽ മതി, കലകം ഇല്ലാതിരിക്കും. അന്ന് സന്തോഷമില്ലല്ലോ. സ്വത്രം. കലകം ഉണ്ടാകുന്ന ചർച്ചിൻ്റെ മുമ്പിൽ ഇടയ്ക്ക് ഒരു ശവപ്പെട്ടി വെച്ചിരുന്നാൽ മതി. 5000 ചെലവ്, പിന്നെ ഒരു കുഴപ്പമില്ല, പാഷൻ ശുശ്രൂഷ നടത്താം. മനസ്സിലാക്കുന്നവർക്ക് സ്വത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് സ്വാതന്ത്ര്യ ഇസ്രായേൽ 78 വയസ്സായി. 2 വർഷം കഴിഞ്ഞാൽ 80 ആവും. ഒരു മനുഷ്യൻ നിലമ്പൂരിലും അമ്മച്ചമാരും അപ്പച്ചന്മാരും 100 വരെ. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ കർത്താവ് വരാറായി. അങ്ങനെയെങ്കിൽ അത്തി തളിർത്തു, കൊമ്പുള്ളതായി. ഇതിനോടനുബന്ധിച്ച് പ്രവചനങ്ങൾ നിറവേറുന്നു. വായിക്കുന്നു യെശയ്യാ പ്രവചനം 68:9. പ്രസംഗം തീർന്നില്ല, ബാക്കി കേട്ടിട്ടേ എഴുന്നേക്കാവൂ, 3 വർഷമേ ഉള്ളൂ. വായിക്കാം യെശയ്യാ പ്രവചനം 68:9. വായിച്ചിട്ട് മേഘം പോലെ തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും, തങ്ങളുടെ പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവനാർ. ആ വിമാനത്തിനകത്ത് യഹൂദ സ്വന്തം ദേശത്തേക്ക് ചെല്ലുവെന്ന് അച്ചായ, ബാക്കി നാളെ പറയാം. മേഘം പോലെ, പ്രാവുകളെ പോലെ സ്വന്തം ദേശത്തേക്ക് പറന്നു വരുന്നവർ ഇവരാർ. അടുത്ത വാക്ക്, ദൂരത്ത് നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി, ലോകത്തിലെ സമ്പന്നന്മാരായ യഹൂദന്മാരെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് എഴുതിയേക്കുന്ന പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവ, നിന്റെ ദൈവമായ യഹോവ, യഹോവയുടെ നാമത്തിന് അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുകയാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനും, മതി, ഇസ്രായേലിലെ പരിശുദ്ധൻ മടങ്ങി കൊണ്ടുവരും. അതാ യഹൂദന്റെ മടങ്ങി വരവ്. ഇന്ന് രാത്രി നിലമ്പൂരിനോട് എനിക്ക് പറയാനുണ്ട്, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. കരമുയർത്തേണ്ടതിന് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാ. നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തു പോയി.